لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال النبي صلى الله عليه وسلم سيكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم إياكم وإياهم لا يضلونكم ولا يفتنونكم أو كما قال شفيعنا رسول الله يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് പരിപാടിയുടെ. സഹോദരന്മാരെ, ഇവിടെ കയറി വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. കാരണം ഇന്നലെ ഇവിടെ വഅദ് പറഞ്ഞു ഒരാള് മൂത്രത്തിൽ കല്ലായിട്ട് ഇന്നലെ രാത്രി നേർച്ച ചെയ്തു സിറാജുൽ ഹുദയിലേക്ക്. ഇന്ന് രാവിലെ കല്ല് തെറിച്ചുപോയി. നേർച്ചയാക്കിയ സംഖ്യ ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ 1000 ഉറുപ്പിക എനിക്ക് കൊണ്ടുതന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിന് തന്ന ഒരു വലിയ ബർക്കത്താണ്. ഈ സ്ഥലവും ഈ പള്ളിയും ഈ ബിൽഡിങ്ങും നമ്മുടെ 1500ഓളം കുട്ടികൾ പഠിക്കുന്ന ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അതുപോലെ കുറ്റ്യാടിയിൽ 1000ഓളം കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളും പാറക്കടവിലെ സ്കൂളും തൂവക്കുന്നിലെയും കൈനാട്ടിയിലെയും പേരാമ്പ്രയിലെയും മേപ്പയ്യൂരിലെയും എല്ലാ സ്കൂളുകളും അൽഹംദുലില്ലാഹ് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരേ സമയത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൂടെ നേടുന്നുണ്ട്. ഈ പ്രാവശ്യം നാദാപുരത്ത് ദാറുൽ ഹുദയിൽ ഹയർ സെക്കൻഡറി ആരംഭിക്കുകയുമാണ്. നമുക്ക് ഗവൺമെന്റിൽ നിന്ന്
അതും അത്ഭുതകരമായ നിലയ്ക്ക് നമുക്ക് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങൾ പലതുമുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജുണ്ട്, MA ബിരുദവും സഖാഫി ബിരുദവും ഒരേ സമയത്ത് കൊടുക്കുന്ന ദഅവാ കോളേജുണ്ട്, നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ശരീഅത്ത് കോളേജുണ്ട്, കുറേ ദർസുകൾ ഉണ്ട്, 30ഓളം മദ്രസകൾ ഉണ്ട്, 10-60 പള്ളികൾ ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ തന്നിട്ടുണ്ട്. അതെല്ലാം സിറാജുൽ ഹുദയുടെ ഒരു ബർക്കത്താണ്. ഇവിടെ വന്നപ്പോഴും അതിൻ്റെ ബർക്കത്തുണ്ടായി. നമ്മുടെ സലഫികൾ നാദാപുരത്ത് പരിപാടി വെച്ചു. അതിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുന്ന ആളുകളെ ഞാൻ പിന്നീട് സലഫിയുടെ കേസറ്റ് CD കേസറ്റ് കാണുമ്പോൾ ഞാൻ കണ്ടു. മഞ്ചേശ്വരത്ത് വാദപ്രതിവാദത്തിനുള്ള അത്രയും ദൂരെയുള്ള ആളുകൾ നാദാപുരത്ത് സലഫിയുടെ പ്രഭാഷണത്തിനു വേണ്ടി മുജാഹിദുകൾ വന്നിട്ടുണ്ട്. അതുപോലെ പയ്യന്നൂരിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. പൊളിക്കൽ അന്ന് വൈകുന്നേരം ടാക്സി വിളിക്കാൻ വേണ്ടി പോയ ഒരൊറ്റ കുട്ടിക്കും ടാക്സി കിട്ടിയിട്ടില്ല. എല്ലാ ടാക്സിയും നാദാപുരത്ത് പോയതാണ്. അങ്ങനെ മുജാഹിദുകൾ ഒരു സ്റ്റേറ്റ് സമ്മേളനം നടത്തിയതാണ് ഇവിടെ. ആ സ്റ്റേറ്റ് സമ്മേളനം അവരിവിടെ നടത്തിയപ്പോൾ അവരെ വാഹനം കയറ്റി വെക്കാൻ ഇവിടെയൊന്നും സൗകര്യം ഇല്ല. അപ്പം മുജാഹിദുകളെ വാഹനങ്ങൾ മുഴുവൻ നമ്മളെ സൈറ്റിൽ കൊണ്ടുവന്ന് കയറ്റി വെച്ചു. പിന്നെ സമ്മതം ചോദിക്കേണ്ട ആവശ്യം അവർക്കില്ല. കാരണം ഒരു ഹലാലും ഹറാമും നോക്കുന്ന കക്ഷികൾ അല്ലല്ലോ. എല്ലാ വണ്ടിയും കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. ഞാനന്ന് മലപ്പുറത്താണ്. ആരോ എന്നോട് ചോദിച്ചു, അവരെ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് നമ്മളെ സൈറ്റിൽ നിർത്തിയിട്ടുണ്ട്, പൊളിച്ച ചീത്ത നിങ്ങളെയും കാന്തപുരസ്ഥാനി ഉള്ളാളെന്നങ്ങനെയൊക്കെ പറയുന്നുണ്ട്, വണ്ടിയൊക്കെ എടുപ്പിക്കണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവരെ കൊണ്ട് വണ്ടി എടുപ്പിച്ചാൽ ശല്യം അവർക്കല്ല, ഈ റോട്ടിലൂടെ പോകുന്ന യാത്രക്കാർക്കാണ്. കാരണം പിന്നെ അവർ വണ്ടി ഉണ്ടാക്കുക റോട്ടുമ്മലാണ്. അപ്പോൾ അവരെ ശല്യം ജനങ്ങൾക്ക് കുറച്ചെങ്കിലും കുറക്കുക എന്നാണല്ലോ നമ്മളെ നെയ്യത്തിൽ. അതുകൊണ്ട് ശല്യം കുറയാൻ നല്ലത് നമ്മളെ സൈറ്റിൽ തന്നെ നിന്നോട്ടെ, നിങ്ങളൊന്നും പറയണ്ട എന്ന നിലക്ക് ഞാൻ അത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഞാനിത് പറഞ്ഞു വന്നത്, അപ്പൊ സിറാജുൽ ഹുദയുടെ ബർക്കത്ത് മുജാഹിദുകൾക്ക് അടക്കം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ മേന. സംഗതി വിശേഷിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അവർ പറയട്ടെ അവരെ വണ്ടിയൊന്നും ഇവിടെ നിർത്തിയിട്ടില്ല. അപ്പൊ ആ ഒരു വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാണ്. അതെ, ഇതിപ്പോൾ കണ്ടാൽ എൻ്റെ കീശയിൽ ഇടാൻ പറ്റില്ല. കാരണം കീശയിലിട്ടാൽ മൗലവിമാര് പിടിച്ചിട്ട് പിന്നെ ഓരോരുത്തരെ കൊണ്ട് കാണിച്ചു കൊടുക്കും. പേരോട് കീശയിലിടുന്നത് നോക്കുന്നത് പറഞ്ഞു. ഇവിടെ കാണിച്ചല്ലോ, പേരോട് കീശയിൽ അതാ വാങ്ങി ഇങ്ങനെ ഇടുന്നത് പറ്റും. അവർക്ക് സാധാരണ പൈസ കിട്ടിയ സുർമ്മടും പോലെ കണ്ണിൻ്റെ ഉള്ളിലാവില്ല. ഞമ്മക്ക് പൈസ കിട്ടിയ കീശയിലാവില്ല. പക്ഷെ ഇത് 100, 1000, 5000 ഒക്കെയാണ് ഈ വരവ് വരിക. അതേ സമയത്ത് എൻ്റെ കീശയിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ലക്ഷങ്ങളുടെ ദിർഹമുകളുടെ ചെക്ക് എൻ്റെ കീശയിൽ ഞാൻ ഇടാറുണ്ട്. പക്ഷെ അത് പിന്നെ അതെവിടെയാ പോകാറ് എന്നുള്ളത് അത് മുജാഹിദീങ്ങൾ ചിന്തിക്കാറില്ല. അങ്ങോട്ട് ചിന്തിക്കുകയും വേണ്ട. അത് ഈ സമുദായം അതിൻ്റെ ഗുണം അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അത് ഏറ്റിത്തെരുമാറാകട്ടെ. ഇപ്പൊ കീശയിലിട്ടപ്പോൾ നാളെ ഉണ്ടാവും ചിലപ്പോൾ മുജാഹിദിന്റെ വകയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരിപാടി. എന്നോട് ഇന്നലെ ഖത്തറിൽ പോകുന്ന കുഞ്ഞബ്ദുള്ള ഹാജി, തൂക്കുന്നുകാരൻ കുഞ്ഞബ്ദുള്ള ഹാജി പറഞ്ഞു, ഞാൻ വല്ലാതെ സംസാരിക്കേണ്ടി വന്നു, നിങ്ങൾ കീശ പൈസ ഇടുന്നു എന്ന് പറഞ്ഞു. മുജാഹിദീങ്ങൾ കേസറ്റ് കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വല്ലാതെ സംസാരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറയാണ്, നിങ്ങളൊക്കെ ക്ഷമിക്കണം. ഇത് ഒരു പരീക്ഷണമാണ്. അള്ളാഹു അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നവനാണ്. സഹോദരന്മാരെ, ഇവരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സയകൂനു ഫീ ആഖിരി സമാനി, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഉണ്ടാകും ദജ്ജാലൂന, കുറേ ദജ്ജാലുകൾ ഉണ്ടാവും. ഒരു ദജ്ജാല് മാത്രം അല്ല, കുറേ ദജ്ജാലുകൾ ഉണ്ടാകും. ദജ്ജാലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കബളിപ്പിക്കുന്നവർ. അതായത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിച്ച് ആളുകളെ കബളിപ്പിക്കുന്നവർ എന്നാണ് ദജ്ജാലി എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു ധാരാളം ദജ്ജാലുകൾ ഉണ്ടാകും, 1, 2 അല്ല. അപ്പൊ പിന്നെ നമ്മൾ നിസ്കാരത്തിൽ മസീഹുദ് ദജ്ജാലിൽ നിന്ന് കാവൽ ചോദിക്കാറുണ്ട്. മസീഹുദ് ദജ്ജാല് അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. അവൻ അവസാനം വരിക, നേതാക്കന്മാർ ലാസ്റ്റല്ലേ വരിക. അപ്പോ
എല്ലാ ദജ്ജാലുകളുടെയും നേതാവായ മസീഹുദ് ദജ്ജാൽ അവസാനം വരും. ഈ മസീഹുദ് ദജ്ജാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയാവും ഈസാ നബി അലൈഹിസ്സലാമിനെ. ഏത് ദജ്ജാലിനെയും നേരിടാൻ ഒരു മഹാനുണ്ടാവും. അപ്പോ ആ ദജ്ജാലിനെ പറയുമ്പോൾ നമുക്ക് മൂസാ നബിനെ ഓർമ്മ വരും. ഫിറഔനെ പറയുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മ വരും. ഫിറഔനെ പറയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മ വരും. നമ്രൂദിനെ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മ വരും. അബൂജഹലിനെ പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മ വരും. അപ്പൊ എപ്പോഴും ഒരു പ്രതിപക്ഷത്ത് ഒരു നേതാവ്, ഭരണപക്ഷത്ത് ഒരു നേതാവ് എന്ന് പറഞ്ഞത് അതിൽ സത്യത്തിന്റെ നേതാവ്, അസത്യത്തിന്റെ നേതാവ് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ആഗോളതലത്തിലുള്ള ഒരു നേതാവാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകും. ആഗോളതലത്തിൽ അറിയപ്പെടുന്ന മുസ്ലിമീങ്ങളോട് പല നിലക്കും പലതും ചെയ്യുന്ന നേതാവാണ് ജോർജ് ബുഷ്. ജോർജ് ബുഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനോട് കൂട്ടിപ്പറയാൻ മറുഭാഗത്ത് കാന്തപുരം ഉസ്താദ് തന്നെയാണുള്ളത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പൊ മൗലവി, അപ്പൊ നമ്മളെ മുസ്ലിമീങ്ങളൊക്കെ കേട്ടപ്പോൾ തക്ബീർ ചൊല്ലി. കേരളത്തിലെ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ബഹുമാനം പറഞ്ഞപ്പോൾ തക്ബീർ ചൊല്ലി. മൗലവി പ്രസംഗത്തിൽ പറയുന്നത് ജോർജ് ബുഷിന്റെ പേര് കേട്ടിട്ട് എല്ലാ കുഞ്ഞാടുകളും തക്ബീർ ചൊല്ലി. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇയാൾക്ക് കിതാബിൽ എത്ര വിവരം ഉണ്ടാവും? അതായത് ഒരു പ്രസംഗം മനസ്സിലാക്കുന്ന സമയത്ത് ആ തക്ബീർ എങ്ങോട്ടാ മടങ്ങിയത് എന്ന് മനസ്സിലാകാത്ത മനുഷ്യന് ലമീറൊക്കെ മടങ്ങിയത് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മൗലവി പറഞ്ഞു, കാന്തപുരം 50 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ സ്ത്രീകൾ പള്ളിയിൽ പോകാറില്ല എന്ന് പറഞ്ഞു. അത് തെളിയിക്കാൻ കഴിയുമോ? പേരോട് നിന്ന് ഭയങ്കര വെല്ലുവിളി. അതിന്റെ നേരെ ചോടേവരി കട്ടിട്ടാണത് ആയുഷ്കാലുണ്ടായത്. അതിനെ നേരെ ചോടേവരിയിലുണ്ട് ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന ഒരു വാദം 50 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് കേട്ടിട്ടില്ല എന്നുണ്ട്. ആ വാദപ്രകാരമുള്ള പോക്കാണ് 50 കൊല്ലത്തിന് മുമ്പ് ഇല്ല എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് 50 കൊല്ലം മുമ്പ് ലോകത്തെവിടെയും ഒരു സ്ത്രീയും ഒരു പള്ളിയിലും കയറിയിട്ടില്ല എന്നല്ല. കാരണം എത്രയോ സ്ത്രീകൾ ഹജ്ജിന് പോകാറുണ്ട്, അവർ പള്ളിയിൽ തവാഫ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അത് ജുമുഅ ജമാഅത്തിന് വേണ്ടി പോകുന്നതല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അത് ജുമുഅ ജമാഅത്തിന് വേണ്ടി പോകുന്നതല്ല. അങ്ങനെ പള്ളിയിൽ 50 കൊല്ലം മുമ്പ് ഒരു സ്ത്രീയും കയറിയിട്ടില്ല എന്നല്ല കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. അതുപോലെ ഏതെങ്കിലും വിവരമില്ലാത്ത ഏതെങ്കിലും സ്ത്രീകൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊട്ട് ഇസ്ലാമിൽ തെളിവും അല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ, ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ഇവിടെ വന്നിട്ട് പറയാണ് കാന്തപുരത്തിനെ കൊണ്ട് ഞങ്ങൾ പുസ്തകത്തിൽ തിരുത്തിച്ചു എന്നാണ്. ഇങ്ങനെ കാന്തപുരത്തിനെ കൊണ്ട് തിരുത്തിച്ചു പോലും. അതിന്റെ കാന്തപുരം ഉസ്താദിന്റെ പുസ്തകത്തിൽ പറഞ്ഞു പോലും പ്രച്ഛന്ന വേഷം കെട്ടിയ നാദാവത്തെ പള്ളിയിൽ ജുമാഅത്തും ജമാഅത്തിനും പോവാണ്. മൗലവി ഇവിടുന്ന് പ്രസംഗിച്ചതാണ്. പാച്ചക്കള്ളം. ഉസ്താദ് പറഞ്ഞത് എന്താണ്? ജുമുഅ ജമാഅത്തിന് വേണ്ടി ഒരു സ്ത്രീയും പുറപ്പെട്ടു പോകാൻ പാടില്ല. അതേ സമയത്ത് പള്ളിയിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു സ്ത്രീക്ക് പോകേണ്ടി വന്നാൽ, ഉദാഹരണത്തിന് രാജ്യത്തെ ജഡ്ജി ഖാദി പള്ളിയിലാണ്, ഇസ്ലാമിന്റെ ഖാദിയാണല്ലോ ജഡ്ജി. ആ ഖാദിനെ കാണാൻ വേണ്ടി ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രങ്ങൾ ഉണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യത്തിന് പള്ളിയിൽ പോകേണ്ടി വന്നാൽ അപ്പൊ അവിടെ ഭർത്താവിനെ പറഞ്ഞേച്ചൂടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഭർത്താവിനെ പറ്റി കേസ് പറയാനാ പോകുന്നത്, പിന്നെ ഭർത്താവിനെ പറഞ്ഞേക്കാൻ പറ്റുമോ? അപ്പോ ചെലവിന് തരുന്നില്ല, മക്കളെ നോക്കുന്നില്ല, ഇങ്ങനത്തെ കേസാ പറയേണ്ടത്, അതിന് ഭർത്താവ് പോവോ? അപ്പോ അങ്ങനെ ഖാദിയെ കാണേണ്ടി വന്നാൽ പള്ളിയിൽ പോകാം. അങ്ങനെ പോകുമ്പോൾ പൂർണ്ണമായി മറച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഈ മറച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന സ്ഥലത്ത് ഉസ്താദ് പ്രത്യേകം പറഞ്ഞു, ജുമുഅ ജമാഅത്തിന് വേണ്ടി അല്ല, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞാൻ വായിക്കാം. ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അത്യാവശ്യം നേരിടുമ്പോൾ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധം ഇല്ല. പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് ശബ്ദധാരാവലി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്. അത് ഞങ്ങളാരും അത് എഴുതിയൊന്നല്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും. അപ്പൊ ഈ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ മറഞ്ഞുകൊണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മറഞ്ഞുകൊണ്ട്, പൂർണ്ണമായി മറച്ചിട്ട്.
പള്ളിയിൽ പോകാം മറ്റൊരാവശ്യത്തിന്. ഇതാണ് ഉസ്താദ് പറഞ്ഞത്. ഇത് ഇയാൾ എന്ത് ചെയ്തു പറയും? ഇത് ഉദ്ധരിക്കുകയാണ്. എന്തിനാ ഉദ്ധരിക്കുന്നത്? നാദാവരത്തെ പള്ളിയിൽ ജുമാ ജമാഅത്തിന് വേണ്ടി പ്രച്ഛന്ന വേഷത്തിൽ പോകാന്ന് കാന്തപുരം പറഞ്ഞു. എന്നിട്ട് അയാൾ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അയാളൊന്ന് കാണിക്കുകയാണ് സ്റ്റേജ് വന്ന്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. അയാൾ കാണിക്കുകയാണ്. വാസ്തവത്തിൽ ഏതോ കോമാളി എന്തോ കാണിച്ചാൽ അത് പണ്ഡിതന്മാർക്ക് നോക്കേണ്ടതുണ്ടോ? ഇവിടെ മലയാള നിഘണ്ടുകളിൽ എന്തർത്ഥം പറഞ്ഞു? പ്രച്ഛന്ന വേഷം എന്നതിന് പറഞ്ഞു അർത്ഥം മറഞ്ഞ. ആ അർത്ഥത്തിലാ പറഞ്ഞത്, മറഞ്ഞുകൊണ്ട് പോകാം. എന്നിട്ടോ ഉസ്താദ് അവറുകൾ ഈ പുസ്തകം പിന്നീട് വലിയ പുസ്തകമാക്കി കുറെ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ പുസ്തകമാക്കിയിട്ട് പിന്നിറക്കി. അതാണിത്. തമ്മിലുള്ള വലിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇതിൽ കുറേ കൂടുതൽ തെളിവും മുജാഹിദുകൾക്ക് ഒരുപാട് മറുപടിയും ഒക്കെ ഉൾക്കൊള്ളിച്ച് വലിയ ബുക്കാക്കിയിട്ട് ഇറക്കി. അപ്പൊ പിന്നെ ഈ മറഞ്ഞുകൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള വിഷയം വേറെ തന്നെ ഒരു അധ്യായത്തിൽ കൊടുത്തു. പിന്നെ ഇവിടെ അത് പറയേണ്ടിയില്ലല്ലോ. എങ്ങനെ ഉറപ്പിടാണെങ്കിലും മറിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് അവിടെ ഒരു സ്ഥലത്ത് പറഞ്ഞു. കുറെ ഇപ്പുറത്തെത്തിയപ്പോ അത്യാവശ്യത്തിന് സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ ഈ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം എന്ന വിഷയവും പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. ഇതെടുത്തിട്ട് ഇയാൾ പറയണത് ഇപ്പൊ പ്രച്ഛന്ന വേഷമൊന്നും എടുപ്പിച്ച് ഞങ്ങള് തിരുത്തിച്ച് ഞങ്ങൾ എന്നാണ് ഇയാൾ പറയുന്നത്. വാസ്തവത്തിൽ തിരുത്തിയിട്ടില്ല. പുതിയ പുസ്തകത്തിൽ ആ വിഷയം വേർത്തിന്റെ അധ്യായം കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേൾക്കുന്ന മുജാഹിദീങ്ങൾ എന്ത് ചെയ്തു? മുജാഹിദീങ്ങൾ ഇങ്ങനെ ചിരിച്ചു. കാന്തപുരത്തിനെ കൊണ്ടൊക്കെ നമ്മളെ മൗലവിമാരിങ്ങനെ തിരുത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കി മൗലവിമാർ ചിരിച്ചു. പാവം ഈ മുജാഹിദീകൾ. പാവത്തല്ല, അവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ, അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുക്കട്ടെ. അവരെ വഞ്ചിക്കുകയാണ് മൗലവിമാർ. ഇനി ഞാൻ ആ വിഷയം സലഫിന്റെ പ്രസംഗം നിങ്ങൾക്ക് കേസറ്റിൽ കേൾപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ എന്നിട്ട് പുസ്തകത്തിലെ പണ്ട് സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ച് നിങ്ങൾ എന്തായി ചെയ്ത്? നിങ്ങൾ ആദ്യം പറഞ്ഞ് ജുമാ ജമാഅത്തിൽ കാന്തപുരം പണ്ട് പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ ശരിക്കുള്ള വേഷത്തിൽ പള്ളിയിൽ പോകാൻ പറ്റില്ല, പ്രച്ഛന്ന വേഷത്തിൽ പോകാൻ, പ്രച്ഛന്ന വേഷത്തിൽ പള്ളിയിൽ പോകാൻ ആദ്യം കാന്തപുരം ഈ പുസ്തകത്തിലെഴുതി. അവർ നോക്കൂ നിങ്ങൾ, സ്ത്രീകളും ജുമാ ജമാഅത്തും കാന്തപുരം അതിൽ കാണാം. ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അത്യാവശ്യം നേരിടുമ്പോൾ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധമില്ല. അപ്പൊ ശരിക്കും വയ്ക്കൂല. അപ്പൊ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ എന്താ? സക്കരിയ സലാഹി അത് പറയാൻ നല്ലത്. മൂപ്പര് പറയേണ്ടത് പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ നല്ല ചെറുപ്പക്കാർക്കുള്ളൊരു കഞ്ഞിപ്രാക്കും വെള്ളക്കാച്ചും മാമാരെ കുപ്പായ കെട്ടിട്ട് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തള്ളയിട്ട് ഇങ്ങനെ പ്രച്ഛന്ന വേഷത്തിൽ ഇങ്ങനെ വടിയും കുത്തിയാൽ നാലാവരും പള്ളിക്ക് പോകാം, അല്ലെങ്കിൽ പോയിക്കൂടാന്നാണ് ആദ്യം കാന്തപുരം പറഞ്ഞത്. സക്കരിയ സലാഹി സ്റ്റേജ് മുഴുവൻ വരെ പ്രച്ഛന്ന വേഷം കളിയാക്കിയപ്പോ പിൻവലിച്ചില്ലേ നിങ്ങളുടെ പുസ്തകത്തിലാ പ്രച്ഛന്ന വേഷം? പിൻവലിച്ചില്ലേ? പുതിയ പുസ്തകം നോക്കൂ, സ്ത്രീ ജുമാ ജമാഅത്ത് കാന്തപുരം, പുതിയ തട്ട പുതിയ മുഖം. അതിൽ നമുക്ക് കാണാം മൂപ്പര് ഈ കാര്യം എന്താ പറയുന്നത്? ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അനിവാര്യ ഘട്ടങ്ങളിൽ പോകുന്നതിന് വിരോധമല്ല. പ്രച്ഛന്ന വേഷം പോയി നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളെ കൊണ്ട് പലരും പഠിപ്പിച്ചു തരും. കാന്തപുരത്തിനപ്പുറത്തേക്കായി പഠിപ്പിച്ചത് അങ്ങനെ പലരും പഠിപ്പിക്കുന്നുണ്ടെങ്കിലേ പ്രച്ഛന്ന വേഷമാണ് പോയാൽ പിന്നെന്താ? ശരിക്കുള്ള വേഷം, ശരിക്കുള്ള വേഷമാകുമ്പോ പിന്നെ എന്തും കാണിക്കാലോ. ഇപ്പൊ കേട്ടില്ല നിങ്ങൾ എന്റെ കോലം. ഇനിയൊന്ന് വെക്കുമോനെ, ഓരോ പുസ്തകവും വെക്ക്. ആ ശബ്ദധാരാവലിയിൽ പ്രസന്നം എന്ന് പറഞ്ഞാൽ അർത്ഥവും വെക്ക്. ഓരോന്ന് വെച്ച ശബ്ദധാരാവലി. ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ള. അതാ മറഞ്ഞ, മറഞ്ഞ ഗൂഢമായ, അതാണ് അതിന്റെ അർത്ഥം. പ്രച്ഛന്നം എന്ന് പറഞ്ഞ അർത്ഥം. ഈ മൗലവിമാർക്ക് അറബി അറിയില്ല, മലയാളം അറിയില്ല. മലയാളം പഠിക്കണ്ടേ ഈ മൗലവിമാര്? ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തുണ്ടായിരുന്നു. തിരുവനന്തപുരം തരൂല്ലേ നിങ്ങൾക്ക്? ഇനി ബാക്കി ഇത് പഴയ പുസ്തകത്തിന്റെ രൂപങ്ങളാണ്. ഈ രൂപത്തിലേ അല്ല പുതിയ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചേർക്കുകയും കൂട്ടുകയും അധ്യായങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകത്തിൽ അധ്യായമൊന്നുമില്ല, ചെറിയ പുസ്തകമാണ്. പിന്നെ വലിയ പുസ്തകമേ. ആ പുസ്തകത്തിൽ ഇയാൾ പറഞ്ഞ എന്താ? ഈ മറിഞ്ഞുകൊണ്ട് പോകണമെന്നുള്ളത് ഒഴിവാക്കി. അതെവിടെ പോകുന്നതെന്തിനാ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ വലിയ കള്ളത്തരോ. ജുമാ ജമാഅത്തിന് അല്ലാതെ എന്നാ പറഞ്ഞത്. എന്നിട്ട് ആ ജുമാ ജമാഅത്തിന് പോകാമെന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. കളവ് പറയുമ്പോൾ ഒരല്പം നാണം വേണ്ടേ? എന്നാ പോട്ടെ, ഇതിലെന്താ പറയുന്നത്? പുതിയ പുസ്തകത്തിൽ അടുത്ത പുസ്തകം വെക്കുവാനെ അതേ ആശയം 82-ാമത്തെ പേജിൽ പറയും. അതെ, വായിച്ചോളൂ. ഇങ്ങനെ ആയത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ സ്ത്രീ പുരുഷന്മാർ പരസ്പരം
ദർശനം പാടില്ലെന്നും, ദർശനം വെച്ചാൽ കാണൽ, അതിനിടവരുന്ന രൂപത്തിൽ വെളിവാക്കരുതെന്നും ബോധ്യപ്പെട്ടു. സ്ത്രീക്ക് അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങാൻ അനുമതി നൽകുന്ന രൂപത്തിൽ മേൽ നിയന്ത്രണത്തെ ഇസ്ലാം വീണ്ടും കർശനമാക്കുന്നു. അപ്പൊ എവിടെ പോവാണെങ്കിലും മറഞ്ഞുകൊണ്ടല്ലാതെ പോകാൻ പാടില്ല എന്നത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കാരണം ഉസ്താദ് ആദ്യം പുസ്തകം എഴുതുന്ന കാലത്ത് മൗലൈമാര് പള്ളിയിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാറുള്ളൂ. ഈ പുസ്തകം എഴുതുന്ന കാലമായപ്പോ മൗലൈമാര് കൂടെ സ്റ്റേജിൽ കൊണ്ടുപോകുന്ന കാലമായി. അപ്പൊ വെറും പള്ളിന്റെ മസാല പറഞ്ഞാൽ പോരാ, അതുകൊണ്ട് എല്ലാറ്റിനെയും ഉൾപ്പെടുത്തിയിട്ട് മസാല പറഞ്ഞതാണ്. ഉസ്താദ് അവർകൾ മറക്കാതെ ഒരു സ്ഥലത്തും പോയിക്കൂടാ. ഇത് മൂടി വെച്ചിട്ട് പറയാ ഞങ്ങൾ തിരുത്തിച്ചില്ലേ, മാറ്റിച്ചില്ലേ, കാന്തപുരത്തിനെ കൊണ്ട് മാറ്റിച്ചില്ലേ. എന്ത് മാറ്റിച്ചില്ലേ? ഇത് കേൾക്കുന്നവർക്ക് തോന്നും അപ്പൊ മുജാഹിദീങ്ങൾ ഭയങ്കര തന്നെയാണ്, കാന്തപുരത്തിനെ കൊണ്ടൊക്കെ മാറ്റിച്ചില്ലേ ഇവര്. എന്തിനാണ് ഇത്തരത്തിലുള്ള വഞ്ചന? ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദജ്ജാലുന, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി കബളിപ്പിക്കുന്നവരാണവർ. കദ്ദാബുന, പച്ചക്കള്ളം പറയുന്നവരാണവർ. യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും കേൾക്കാത്ത പുതിയ ആശയങ്ങൾ, പുതിയ വർത്തമാനങ്ങൾ അവർ പറയും. സഹോദരന്മാരെ, ഇനി ഞാൻ നിങ്ങൾക്ക് മാറ്റിയ ചില സംഗതികൾ പറയട്ടെ. ആരാ ഇവിടെ മാറ്റിയത്, എങ്ങനെയാ മാറ്റിയത്? ഇനി അതാ പറയാൻ പറ്റും. ഈ പാവപ്പെട്ട ഞാൻ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് കല്ലിക്കണ്ടിയിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ മുജാഹിദിന്റെ മദ്രസ പുസ്തകം എടുത്ത് കാണിച്ചു. ഞാനത് പിടികൂടിയത് മുളിയങ്കൽ വെച്ചാണ്. 978 അച്ചടിച്ച് പഠിപ്പിച്ച അമലിയാത്ത് EK മൗലവി, TK മൗലവി, MCC മൗലവി അവരെ പഠിപ്പിച്ച അമലിയാത്ത്. ഇതിൽ നിസ്കാരത്തിന്റെ ഫർള് എത്രയാ? നമസ്കാരത്തിന് 14 ഫർളുണ്ട്. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം 2, 3 ഖിയാം, 4 ഫാത്തിഹ, 5 റുകൂഅ്, 6 ഇഅ്തിദാൽ, 7 2 സുജൂദ്, 8 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കൽ, 9 തുമനീനത്ത്, 10 ഒടുവിലത്തെ തശഹുദ്, 11 നബിയുടെ മേൽ സലാത്ത് ചൊല്ലൽ, 12 തശഹുദിനും സലാത്തിനും വേണ്ടി ഇരിക്കൽ, 13 സലാം ചൊല്ലൽ, 14 തർത്തീബ്. 14 ഫർള് 78 അച്ചടിച്ച ബുക്ക്. എന്നാൽ പിന്നെന്തായി? പിന്നെ 82 മുതൽക്ക് മുജാഹിദുകൾ നിസ്കാരത്തിന്റെ ഫർള് 9 ആക്കി. അതൊരു യോഗത്തിൽ തീരുമാനിച്ച അത്ര വേണ്ട. അപ്പൊ സുന്നികളെ പോലെ പോലെ അതാണ് ഈ ബുക്ക്. ഇതിലെന്ത് ചെയ്തു? EK മൗലവി എഴുതിയ അതേ പുസ്തകം ഞങ്ങളൊന്ന് പരിഷ്കരിപ്പിച്ചേർക്കാണ് പറഞ്ഞെങ്ങനെ പറഞ്ഞു. EK മൗലവി രചിച്ച പുസ്തകം ചില്ലറ പരിഷ്കരണങ്ങളോടുകൂടി പുനരാവിഷ്കരിച്ചതാണ് ഈ പുസ്തകം. ചില്ലറ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഫർള് കക്കൽ. ആ 5 ഫർള് കട്ടിട്ട് നിസ്കാരത്തിന്റെ ഫർള് 9 ആക്കിയിട്ട് ഇറക്കി. അതൊന്ന് വരട്ടെ, 9 ഫർളൊന്ന് വരട്ടെ, ഒന്ന് എണ്ണിക്കോളി. ഇനി എന്റെ എണ്ണം തെറ്റിപ്പോണ്ട. നിസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും: 1 തക്ബീറത്തുൽ ഇഹ്റാം, 2 ഫാത്തിഹ, 3 റുകൂഅ്, 4 ഇഅ്തിദാൽ, 5 സുജൂദ്, 6 ഇടയിലിരുത്തം, 7 അത്തഹിയ്യാത്ത്, 8 സലാത്ത്, 9 സലാം ചൊല്ലൽ എന്നീ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. 82 മുതൽക്ക് നിസ്കാരത്തിന്റെ ഫർള് 9. കാന്തപുരത്തിനെ കൊണ്ട് മാറ്റിച്ചു അല്ലേ? കാന്തപുരം ഉസ്താദിന്റെ എളിയ ശിഷ്യനാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയൊരു ബർക്കത്ത ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കല്ലിക്കണ്ടിയിൽ വെച്ച് ഈ 2 പുസ്തകവും എടുത്ത് നിവർത്തി വെച്ച് 984 കാലത്ത് പ്രസംഗിച്ചു. അപ്പൊ മൗലവിമാര് എന്ത് ചെയ്തു? അവര് 2ാമത് യോഗം ചേർന്നു. നമ്മൾ ഫർള് കത്തത് മൗലവിമാര് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫർള് ഇനി 14 തന്നെ ആക്കുക, അല്ല നിവൃത്തിയില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ 986 വീണ്ടും യോഗം ചേർന്ന് 87 പുതിയ പുസ്തകം ഇറക്കി. അതാണ് ഇത്. ഈ പുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫർള്
വീണ്ടും 14. അത് ഞാൻ വായിക്കപ്പെട്ടോളി. നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും കഴിഞ്ഞ പുസ്തകത്തിൽ എണ്ണിയ പോലെ തന്നെയാണ് ഇപ്പോഴും എണ്ണുന്നത്. തുടക്കം തക്ബീറത്തുൽ ഇഹ്റാമാണ്. ഞാൻ ശരിക്കും നോക്കിക്കോളൂ, അതിൽ കാണാലോ. തക്ബീറത്തുൽ ഇഹ്റാം 1, 2 ഫാത്തിഹ, 3 റുക്അ്, 4 ഇഅ്തിദാൽ, 5 സുജൂദ്, 6 ഇടയിലെ ഇരുത്തം, 7 അത്തഹിയ്യാത്ത്, 8 സലാത്ത്, 9 സലാം ചൊല്ലൽ തുടങ്ങിയ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. ഇനി ഒന്ന് വായിച്ചോളൂ നിങ്ങൾ. നിയ്യത്ത്, സലാം ചൊല്ലിയിട്ടൊരു നിയ്യത്ത്. അങ്ങനെ പിന്നെ കൂട്ടിക്കൊടുത്താണ് ഒലക്കയും പാന്തോന്നും ഏറ്റുട്ട് വലിയായി. പിന്നെ കൂട്ടിക്കൊടുത്താണ് നിയ്യത്ത്. കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക, അത്തഹിയ്യാത്ത്, സലാത്ത് എന്നിവ ഇരുന്ന് നിർവഹിക്കുക, ഓരോ പ്രവൃത്തിയിലും അടങ്ങി താമസിക്കുക, നമസ്കാര രൂപത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക എന്നിവയും ഫർളുകളായി ഗണിക്കപ്പെടുന്നു. അങ്ങനെ 9 ഗുണിക്കലും 5 ഗണിക്കലും, അങ്ങനെ 9ഉം 5ഉം 14. അങ്ങനെ 14ആയി. വീണ്ടും ഫർള് 14. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ 3 ബുക്കും കൈ പിടിക്കാൻ തുടങ്ങി. ഈ മുജാഹിദീങ്ങൾ എന്നെ ഫിറോസ് സഖാഫി എന്നൊക്കെ പിടിക്കാനുള്ള കാരണവും മനസ്സിലാണല്ലോ. ഞാൻ ഈ 3 ബുക്കും കൈ പിടിക്കാൻ തുടങ്ങി. പ്രസംഗിച്ച് ഞാൻ 3 കൊല്ലത്തോളം പ്രസംഗിച്ച്. അല്ല മൗലവിമാരെ, ഇതിന്റെ നിയ്യത്ത്, നിസ്കാരം കഴിഞ്ഞിട്ടൊരു നിയ്യത്ത്. ഇപ്പൊ മുജാഹിദിന്റെ നിസ്കാരം എങ്ങനെ ഉണ്ടാവും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 100 എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു ഇമാമിന്റെ കൂടെ. സലാം ചൊല്ലിയിട്ടൊരു നിയ്യത്ത്. ഇത് പറയാൻ തുടങ്ങിയപ്പോൾ മൗലവിമാർ പിന്നെ യോഗം ചേർന്ന് ആ യോഗത്തിൽ പാസ്സാക്കി നിയ്യത്ത് 1ാമത്തതാക്കി എണ്ണോ ഒന്ന് പാസ്സാക്കി. ആ ബുക്ക് അങ്ങനെ 91ലേക്ക് പുതിയ ബുക്ക് ഇറക്കി. അതാണിത്. ഈ പുസ്തകത്തില് അതാ വരുന്നു നിയ്യത്ത് വീണ്ടും ഫർള് 1ആയിട്ട്. കേട്ടോളൂ, നല്ല മര്യാദയ്ക്ക്. നിയ്യത്ത്, കഴിവുള്ളവൻ നിൽക്കുക, തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ ഓതുക, റുകൂഅ്, ഇഅ്തിദാൽ, 2 സുജൂദുകൾ, ഇടയിലെ ഇരുത്തം, തശഹുദ്, സലാത്ത് ഇവ രണ്ടും ഇരുന്ന് ചൊല്ലുക, സലാം ചൊല്ലുക, ഓരോന്നിലും അടങ്ങി താമസിക്കുക, നമസ്കാര രൂപത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക എന്നീ കാര്യങ്ങൾ നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാത്ത കാര്യങ്ങളാണ്. ഇവക്ക് നമസ്കാരത്തിന്റെ ഫർളുകൾ എന്ന് പറയുന്നു. ഇപ്പൊ ആരാണോ തിരിച്ചത്? തിരുത്തിച്ചത് ആരെ കൊണ്ടാണ്? 14ആക്കി മാറ്റി. നിങ്ങൾ വിചാരിക്കുന്ന ഇനിയിപ്പോ മുജാഹിദിന്റെ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പറ്റുമെന്ന്? പറ്റൂലേ. കാരണം മുജാഹിദ് അത് ഒരു ബുക്കിലാണ്. 5ാം ക്ലാസ്സിൽ 11ആണ്. അല്ല 10 ഫർളാണ് 5ാം ക്ലാസ്സിൽ. അത് വരട്ടെ. 5ാം ക്ലാസ്സിൽ നമസ്കാരത്തിന്റെ ഫർളുകൾ കണ്ടോളെ. 10 എന്ന് പറഞ്ഞ ബുക്കിലേക്ക് ഇന്ന നിസ്കാരം നിർവഹിക്കുന്നു എന്ന ഉദ്ദേശം. അപ്പൊ നിയ്യത്തിന്റെ പകുതിയായി. ഫർളാണെങ്കിൽ ഫർള് കരുതണ്ടേ? അതില്ല. അപ്പൊ ഇന്ന നിസ്കാരം നിർവഹിക്കുന്നു എന്ന ഉദ്ദേശം ഞാൻ നിയ്യത്തിന്റെ പകുതി. അതാണ് 10 എന്ന ആരാ? അതാണ്. ഇനി ഒരു 10 കൂടി എണ്ണിക്കൂടി നോക്കോ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ 2, റുകൂഅ് 3, ഇഅ്തിദാൽ 4, സുജൂദ് 5, 2 സുജൂദുകൾക്കിടയിൽ ഇരുത്തം 6, അത്തഹിയ്യാത്ത് 7, സലാം ചൊല്ലൽ 8 തുടങ്ങിയവ അടക്കത്തോടും 9, ക്രമത്തോടും കൂടി 10 നിർവഹിക്കൽ നമസ്കാരത്തിന്റെ ഫർളുകൾ ആകുന്നു. പിന്നെ നിയ്യത്തിന്റെ പകുതി. അങ്ങനെ 10. അങ്ങനെ 5ാം ക്ലാസ്സിൽ 10. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ 3 ബുക്കും അതിന്റെ കൂടി 5ാം ക്ലാസ്സിലെ ബുക്കും കൈപ്പിടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, മൗലവിമാരെ, 3ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി 4ാം ക്ലാസ്സിൽ പിരിഞ്ഞു പോയാൽ 9 ഫർള്, 11, 14 ഫർള്. 5ാം ക്ലാസ്സിൽ പഠിച്ചാലോ 10 ഫർള്. അപ്പൊ ഈ 3.5 ഫർള് റിബേറ്റ് എന്ത് വകയിലാണ്? അപ്പൊ പറഞ്ഞാൽ 2 ക്ലാസ് കൂടുതൽ പഠിച്ചിട്ടില്ലേ? 2 ക്ലാസ് കൂടുതൽ പഠിച്ചാൽ എന്തെങ്കിലും ഒരു കിഴിവ് കൊടുക്കണ്ടേ? അപ്പൊ 2 ക്ലാസ് കൂടുതൽ പഠിച്ച വകയിൽ 3.5 ഫർള് റിബേറ്റ്, അത് കിഴിവാണ്. ഇത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സിറ്റാക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇപ്പൊ എന്ത് ചെയ്തു? നിങ്ങൾ ഇപ്പൊ പുതിയ ബുക്ക് ഇറക്കി. ഫർള് എന്നിട്ട് അങ്ങനെ എണ്ണുന്ന പരിപാടിയെ വേണ്ട തീരുമാനിച്ചു. പുതിയ പുസ്തകത്തിൽ ഫർള് എണ്ണുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ നിസ്കാരങ്ങളെ പറഞ്ഞൊക്കെ പോവാണ്. ഫർള് തന്നെ എണ്ണുന്ന പരിപാടിയില്ല പുതിയ ബുക്കിൽ. അതാണ് 3ാം ക്ലാസ്സിലെ ബുക്കാണ് കാണാൻ പോകുന്നത്. നമസ്കാരത്തിന്റെ രൂപം, കൈഫിയത്തു സ്വലാത്ത്. നമ്മളെ പഴയ കാലത്തുണ്ടായി കൈഫിയത്തു സ്വലാത്ത്. മുജാഹിദ് ആയി പോയതാണ്. കൈഫിയത്തു സ്വലാത്ത്, ഏത് രൂപത്തിലാണ് നമസ്കരിക്കേണ്ടത് എന്ന് നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിങ്ങനെ ഇന്ന നിസ്കാരം നിർവഹിക്കുകയാണെന്ന ഉദ്ദേശത്തോടെ. അതാണ് 1. അപ്പൊ എന്താ ആ പണ്ടത്തെ 5ാം ക്ലാസ്സിലെ പകുതിയെ ആരാ? പിന്നെ അങ്ങോട്ട് ഓരോന്നിങ്ങനെ പറയാം.
ഇപ്പറയുന്ന സ്ഥലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, മൗലവി ഇവിടെ നടത്തിയ ഒരു തട്ടിപ്പ് വലിച്ചതായിപ്പോയി. അങ്ങനോട് ചിലപ്പുണ്ടല്ലോ ഈ ഉള്ളിലത് പുറത്താകരുത്, ഉള്ളിലെ കള്ളി പുറത്തായിപ്പോയി. എന്താ ഇവിടെ വന്നിട്ട് മൗലവി പറഞ്ഞു ബിസ്മി ഞങ്ങൾ ഓതുന്നുണ്ട്, ബിസ്മി ഫാത്തിഹയിലുള്ളതല്ല, നമുക്ക് വാദല്ല, പേരോടെന്തിനാ മുസാഹബ് എടുത്ത് കാണിച്ചത്, മുസാഹബ് എന്നല്ല പറയാ, മുസാഹബ് എന്നാ പറയാ, മുസാഹബ് എടുത്ത് കാണിച്ചത് എന്നാ മൗലവി പറയും. എന്നാ സഹോദരന്മാരെ, ഇതില് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നു. നിങ്ങൾക്ക് കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും ചൊല്ലിക്കൊണ്ട്, അത് ഓതലല്ല, അത് ചൊല്ലല, ദിക്റ, ഫാത്തിഹ ഓതണം. അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഒന്ന് വേറെ, ബിസ്മി അഊദും അതിന്റെ ദിക്റും. ഇപ്പൊ ഫാത്തിഹയിൽ ബിസ്മി പറ്റില്ല. ഇതിപ്പോ വ്യക്തമായിട്ട് അതിൽ വന്നു. അപ്പൊ ഫാത്തിഹയിൽ ബിസ്മി വെട്ടതാണോ അല്ലേ നോക്കാനാ ഞാൻ മുസാഹബ് എടുക്കാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കള്ളി വെച്ചിട്ടായി. ഇത് തന്നെയാണിപ്പോ പുതിയ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിലും പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേറൊന്ന് കേൾക്കണോ മാറ്റിയത്? വിശ്വാസകാര്യം. ഞങ്ങൾ കുറച്ച് പണിയെടുക്കണം, ശരിയാണ്, അത് മാറ്റിക്കും. ഞങ്ങൾ മുജാഹിദിന്റെ ബുക്ക് വന്ന് ഇസ്ലാമിക വിശ്വാസങ്ങൾ, ഇതിൽ പറയുന്ന എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ പ്രവാചകരും സാധാരണ മനുഷ്യർ തന്നെയാണ് എന്ന് മദ്രസയിലെ കുട്ടിയൊക്കെ പഠിപ്പിച്ചപ്പോ കൊല്ലങ്ങളോളം പ്രസംഗിച്ചു ഈ പാവപ്പെട്ട ഞാനും എന്റെ സഹപ്രവർത്തകന്മാർ. ഇപ്പോഴതാ പുതിയ ബുക്ക് വരുന്നു. മദ്രസയിലേക്ക് 3ാം ക്ലാസ്സിലെ പുതിയ ബുക്ക്. അതിൽ മാറ്റി, സാധാരണ മനുഷ്യരാണെന്നത് മാറ്റിയിട്ട് ഇപ്പൊ എന്ത് കൊടുത്തു? ഇപ്പൊ കൊടുക്കുന്നത് അതുകൊണ്ട് നബിമാരെല്ലാം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, എന്നാൽ അവരും മനുഷ്യർ തന്നെയാണ്. ഇപ്പോ ഭയങ്കര തർക്കമുള്ളൊരു സംഗതിയാണ്, നബിമാർ മനുഷ്യന്മാരാണോ എന്നുള്ളത്. ഇതായിപ്പോ മാറ്റി. ഈ നിലക്ക് വിശ്വാസങ്ങളും കർമ്മങ്ങളും ഓരോ ദിവസവും മാറ്റിമറിക്കുന്ന ശരിയായ ജൂത ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ നാണിപ്പിക്കുന്ന മൗലവിമാർ, ഈ മൗലവിമാരാണ് ഞങ്ങൾ മാറ്റിന്ന് പ്രസംഗിക്കാൻ നടത്തുന്നത്. മദ്രസയിലെ പുസ്തകത്തിലാണ് ഈ മാറ്റി. പിഞ്ചുകുട്ടികളോട് ചെയ്യുന്ന കടുത്ത ആക്രമണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ഇവര് ഞങ്ങൾ മാറ്റി എന്ന് പറയാൻ നടക്കുക. സഹോദരന്മാരെ, പറയാൻ സമയമല്ല. ഒരു ബുക്കർക്കി, അൽമനാറർക്കി തറാവീഹിന്റെ റക്കഅത്തിന്റെ റിവായത്തുള്ള റിപ്പോർട്ടിൽ അബൂ അബ്ദുല്ലാഹിബ്നു പഞ്ചവൈഹി തന്നെ ഒരാളുണ്ട്. അയാൾ ദുർബലനാണ്. ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരി പറഞ്ഞിരിക്കുന്നു. അൽമനാറിൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല, നിഷേധിക്കട്ടെ, എന്റെ കയ്യിലുണ്ട് സാധനം, ഇപ്പം സമയമില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഉടനെ ദേവർ കോവിൽ എനിക്ക് പ്രസംഗം, ഞാൻ പറഞ്ഞ അങ്ങനെ കാണിച്ചു തന്നാൽ ബാക്കി നമുക്ക് പിന്നെ പറയാം, അല്ലാതെ നമ്മൾ മുജാഹിദിന്റെ ചെരുപ്പൊന്നും എടുക്കൂല. അങ്ങനെ പറഞ്ഞപ്പോ അവിടെ ഉണ്ടെങ്കിൽ ഒരു മൗലവി, ആ മൗലവി, ആ മാഷി പി അഹമ്മദ് മസ്തർ കള്ളാട്, അയാൾ പിറ്റേന്ന് പോയി മുജാഹിദ് സെന്ററിൽ അതൊന്ന കിതാബ് കാണിച്ചു തരണോന്ന് നുസ്ഹത്തുൽ നവരി ഫി നുഖ്ബത്തുൽ ഫിഖ് എന്ന ഗ്രന്ഥത്തിന്റെ 71-ാം പേജിൽ പറയുന്നു ആൽമനാറിൽ പച്ചക്കള്ളം പേജ്. ഞാൻ ചോദിച്ചു, അക്കിതാബിലോ വേറൊരു കിതാബിലോ കാണിച്ചെന്നാ ഇബ്നു ഹജറിന്റെ ഏതെങ്കിലും ഒരു കിതാബ്. മൗലവി പോയി, മൗലവിമാര് പറഞ്ഞ്, വലിയ മൗലവി വന്നിട്ട് പറഞ്ഞ്, അങ്ങനെ ഉള്ളത് മാത്രം എഴുതിയാൽ 20 തന്നെ നിസ്കരിക്കേണ്ടി വരുമെന്നല്ല, ഉള്ളത് മാത്രം എഴുതിയാൽ 20 തന്നെ നിസ്കരിക്കേണ്ടി വരും. മാഷ് മടങ്ങിപ്പോന്ന് വേറെയൊരു സംഭവം കൂടി ഉണ്ടായി. മാഷ് മടങ്ങി വന്നിട്ട് ദേവർ കൊല്ലി നോട്ടീസ് ഇറക്കി. എന്താ നോട്ടീസ് അറിയോ? ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടുക. അങ്ങനെ ഞാനും ജീവിതം അത്ര താമസിക്കാരും കൂടി മാഷെ കാണാൻ വേണ്ടി നാലാവർക്കൊരു ജീപ്പ് എടുത്തു പോയി. ഞങ്ങൾക്ക് ചായ ജീപ്പിന്റെ വശങ്ങളാക്കിയാലും മുതലാവി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് മുജാഹിദ്. അപ്പോ ഞാൻ ഇവിടുന്ന് പറഞ്ഞു, നിങ്ങൾ മുജാഹിദ് പോകുമ്പോൾ എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ? മൗലവരെ ഭയങ്കര കിബറല്ലേ അത്? ഫിർഔൻ പറഞ്ഞ പോലെ അല്ലേ അത്? എന്നോടൊന്ന് ചോദിക്കാന്ന്. അങ്ങനെയാ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ
ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഓ ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഭയമില്ലാത്ത ഫാസിഖുകൾ നല്ല റിപ്പോർട്ടും കൊണ്ടുവന്നാൽ നിങ്ങളതിന്റെ വിവരണം തേടണം, അതിന്റെ സത്യാവസ്ഥ പഠിക്കണം, മനസ്സിലാക്കണം, വിശദീകരണം ചോദിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ നിരപരാധികളെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചു പോകും, പിന്നെ കൈകടിച്ചു പോകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഞങ്ങളെ പിഴപ്പിച്ചു തറാവീഹ് 20 എന്ന് പറഞ്ഞ ആ മഹാന്മാർ തെറ്റിദ്ധരിച്ചു പോയത് ഒന്ന് പഠിക്കാൻ തുനിയാഞ്ഞിട്ടല്ലേ, ചോദിക്കാൻ തുനിയാഞ്ഞിട്ടല്ലേ? സഹോദരന്മാരെ, അത് ഫിർഔനിന്റെ വാക്കാണോ? إذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم. അറിവുള്ളവരോട് ചോദിച്ചിട്ടല്ലാതെ പറയരുത്. ഇത് ഖുർആൻ എത്ര വ്യക്തമായി പഠിപ്പിച്ചതാ. അപ്പൊ നിങ്ങൾ വലിയ അറിവുള്ള ആളാണോ? ഞാൻ മുജാഹിദിനെക്കാൾ അറിവുള്ള ആളാണ്. കിബ്റായാൽ തിരക്കല്ല, അസദായാൽ തിരക്കല്ല. ഉറപ്പിച്ച് പറയുന്നത് ലോകം മുഴുക്കെയുള്ള മുജാഹിദിനെക്കാൾ അള്ളാഹ് നോക്കിക്കൊണ്ട് എനിക്ക് വിവരമുണ്ട്. അത് കിബ്റാണെ കിബ്റായിക്കോട്ടെ, അല്ലാത്തേ എന്റെ അല്ലെങ്കിൽ വരത്തൊരു മുജാഹിദ് ഞാനുമായി നേരിൽ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഏത് മൗലവി വന്നാലും തിരക്കേടില്ല, ഇബ്ലീസ് തന്നെ വന്നാലും തിരക്കേടില്ല. ഓക്കെ, വരട്ടെ. എന്തേ നേരിൽ പറയാൻ വരാത്ത? സഹോദരന്മാരെ, ചുരുക്കട്ടെ, ഇനി നിങ്ങൾക്ക് കേൾക്കണം. ഞാനിവിടെ പറഞ്ഞു MCC മൗലവി ഒരു ബുക്ക് എഴുതി ഫോണം കെട്ടിയിട്ട് വള്ളിയിൽ പോകാൻ നടത്തി. ഞാനത് മുമ്പ് വായിച്ചു. ഇപ്പൊ മൗലവി പറയാ അത് നമ്മുടെ KM മൗലവി അങ്ങനെ പറഞ്ഞതിൽ 10 രൂപ മോശമുള്ള സംഗതി ഉണ്ട്. എന്നിട്ട് ഇയാള് അത് നോക്കാതെ പ്രസിദ്ധീകരിച്ചാണ്. കേട്ടാ തോന്നുന്നു ഞാനാ പ്രസിദ്ധീകരിച്ചത്. ഇയാളിതാ പറയുന്ന മൗലവി കേട്ടാ തോന്നുന്നു ഞാനാ പ്രസിദ്ധീകരിച്ചത് തോന്നുന്നു. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ആ ബുക്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിങ്ങളെ മുഖപത്രമായ അൽമനാറിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതാ കാണിക്കാൻ പോകുന്നത്. അൽമനാർ നിങ്ങളെ മുഖപത്രത്തിൽ പരസ്യം വരട്ടെ. അതാ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ പരസ്യം. അത് വായിച്ചു പഠിക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. സഹോദരന്മാരെ, എന്റെ ഇവിടുന്ന് കയ്യുകയാണോ വിചാരിച്ചത്? ഞാൻ ഓരോന്നോരോന്ന് ശരിയാക്കി തരാം. പിന്നെ മൂപ്പര് ചോദിച്ചത് ഞമ്മക്ക് ഉളുപ്പുണ്ടോ? ഭയങ്കര ചോദ്യാട്ടോ. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇയാള് ഇവരെ നേതാവ് എഴുതി വെച്ചിരിക്കുന്നു എന്തെന്ന് ഇന്നലെ പറഞ്ഞില്ലേ, വയസ്സത്തി ഉമ്മാന വയസ്സത്തി എന്ന് നോക്കിയിരുന്നില്ലേ? ഇവരെ നേതാവ് ഇപ്പൊ ഇനി 96 എന്താ എഴുതിയത്? നിക്കാഹ് ചെയ്യുമ്പോ പെൺകുട്ടീനെ കാലിയാരടുത്തിരുത്തി കൊടുക്കണം പോലും. ഇതാ ഞാൻ എന്താ പറയല, മുജാഹിദിന്റെ മുഖപത്രം വിചിന്തനം 2006 ഫെബ്രുവരി 17. എന്താ ഇതിന് പറയുന്നത്? നിക്കാഹ് കാണാത്ത പെണ്ണുങ്ങൾ, എന്നിട്ട് മധ്യത്തിൽ ഒരു പെണ്ണിനെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒരു ഫോട്ടോവും, ആ ഫോട്ടോ വരട്ടെ കുറച്ച് ബേക്കോട്ട്, ഒരു പെണ്ണിനെ ഉള്ളിലാക്കിയിട്ട് ഒരു പെൺകുട്ടീനെ കയ്യും കെട്ടിയിട്ട്, എന്നിട്ട് അമ്മോശന്റെയും പിയാപ്പിളുടെ കൈയിന്റെ അപ്പുറത്ത് നമ്മളെ പെൺകുട്ടികൾ വയസ്സത്തി പെണ്ണുങ്ങൾ ബേക്കുന്ന എത്തി നോക്കുമല്ലോ, അതുപോലെ ജനവാദിന്റെ ഉള്ളിൽ നിന്ന് എത്തി നോക്കുന്ന ഒരു പെൺകുട്ടി. എന്നിട്ട് ചെയ്ത പണി ഇത് പറയുന്ന എന്താ നേരം വായിക്കാൻ നേരം കേട്ടോളി. ഈ മൗലവീനെ ഒരു നിക്കാഹിന് ക്ഷണിച്ചു വരും. എന്തിന് കേട്ടോ? ഒരു സംഭവം ഓർമ്മ വരുന്നു. സാർ, മൗലവിമാരങ്ങനെ വിളിക്കുക, സാർ എന്റെ മകളുടെ നിക്കാഹിന്റെ ഖുത്ബ നിങ്ങൾ തന്നെ നടത്തണം. ഈ ഖുത്ബ എന്ന് പറയുന്നത് അറബിയല്ലേ, എന്നാ പിന്നെ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞുകൂടെ ഇവർക്ക്? എന്നാ ഇവിടെ പ്രസംഗം എന്ന് പറഞ്ഞുകൂടെയോ നിങ്ങൾക്ക്? ഖുത്ബ മലയാളത്തിലാക്കണോ? നിങ്ങൾ അതിന്റെ പേരെന്തിനാ അറബി പറയുന്നത്? എന്റെ ചോദ്യ. ഖുത്ബ നിങ്ങൾ തന്നെ നടത്തണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. നമുക്കത് എല്ലാവരും കേൾപ്പിക്കണം. അവിടെയൊന്നും അങ്ങനെ പതിവില്ല. ഒരു സുന്നിന്റെ നാട്ടിൽ ഖുത്ബ നടത്തി കൊടുക്കാൻ വേണ്ടി നിക്കാഹിന്റെ ഉത്പാദന ഒരു മൗലവിനെ ക്ഷണിക്കാൻ ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞതാണെങ്കിൽ ആ അഭിപ്രായത്തോടെ എനിക്ക് മതിപ്പ് തോന്നി. ആ ഖുത്ബ ഏറ്റെടുത്തു. നേരിയ തോതിലെങ്കിലും ഇനി ഇത് കണ്ടോളെ, ഇവർ തട്ടിപ്പണ്ടോളെ, നേരിയ തോതിലെങ്കിലും ഇസ്ലാഹിന്റെ വീക്ഷണം ജനങ്ങളെ കേൾപ്പിക്കാനുള്ള ഹൃസ്വമായ ഒരു അവസരം നല്ല കല്യാണപ്പരഞ്ഞ് നമ്മളെ ആശയം അങ്ങ് കേൾപ്പിച്ചറിയാലോ. അതിലാവും വളരെ സന്തോഷം. അങ്ങനെ നിക്കാഹിന്റെ സമയം അടുത്തു. ഇരു പാർട്ടികളും അധികമായിരുന്നു. പള്ളിയിലാണ്. എല്ലാവരും എത്തി. ഇനി തുടങ്ങാം. സുഹൃത്ത് പറഞ്ഞു എല്ലാവരും എത്തിയല്ലോ, വരനും വധവുമൊക്കെ
മൗലവി ചോദിക്കുക, വരനും വധുവുമൊക്കെ ഖുതുബക്ക് മുമ്പേ ഒന്ന് ഉറപ്പുവരുത്താനായി ചോദിച്ചു. ഓള് ഇങ്ങോട്ട് വന്നിട്ടില്ല. കണ്ടില്ലേ നിങ്ങൾ? പള്ളിയിൽ അതെന്തേ മൗലവി ചോദിക്കാം, അതെന്തേ മൂപ്പർക്കൊന്ന് കാണണല്ലോ, അതെന്തേ? ഓൾക്കൊരു മടി. അയാൾ പറഞ്ഞു, ഞാനിനി ആരോടാണ് ഖുതുബ നടത്തേണ്ടത്, ആർക്കാണ് ഉപദേശം നൽകേണ്ടത്? ഈ ശുഭമുഹൂർത്തത്തിൽ വരനും വധുവിനും നൽകുന്ന ഉപദേശത്തിൽ നാട്ടുകാരെ പങ്കെടുപ്പിക്കുകയല്ലാതെ വരനും വധുവും ഇല്ലാതെ നാട്ടുകാരെ ഉപദേശിച്ചിട്ട് എന്ത് ഫലം? മൂപ്പര് വന്ന എന്നെയും വധുവിനൊന്ന് കണ്ട് ഉപദേശിക്കാനല്ലേ? അതില്ലാണ്ട് ഞാൻ പണിയെടുക്കുന്ന കാര്യമാണ് അവലംബിക്കുന്നത്. വന്ന മുറാദ് ഹാസിലായില്ലല്ലോ. എന്നാ കേട്ടോളെ, ഇത് മുജാഹിദിന്റെ മുഖപത്രത്തിൽ എഴുതുന്നതാ. എന്നിട്ടോ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്നും ഇസ്ലാഹിന്റെ ശബ്ദം എത്തിയ ദിക്കുകളിലും ഈ ദുരന്തം ആവർത്തിക്കുന്നു. ഈ ഇസ്ലാഹി എന്ന് കാണുന്നില്ല നിങ്ങൾ ബോർഡിലൊക്കെ? ഈ ഇസ്ലാഹിന്റെ പ്രവർത്തനം വന്നിട്ടും നന്നായില്ലാലോ എന്നാ ഇയാൾ പറയുന്നത്. മുജാഹിദ് വന്നിട്ട് ഇത് നമ്മൾ വിചാരിച്ച പോലെ ആയില്ലല്ലോ. എന്നിട്ടോ കേട്ടോളെ, താനേത് നിമിഷത്തിലാണ് ഒരു പുരുഷന്റെ ജീവിതകാല സഖിയായി മാറുന്നതെന്നറിയാതെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്തും അടിച്ചും തെളിച്ചും തേൻ നോക്കിയും സമയം കളയുന്ന സഹോദരിമാർ എത്രയോ. പള്ളികളിലും വരന്റെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും നടക്കുന്ന നിക്കാഹുകളിൽ ഇതിപ്പോഴും സംഭവിക്കുന്നു. സ്വന്തം നിക്കാഹ് കാണാൻ യോഗമില്ലാത്ത പെണ്ണുങ്ങൾ. ഇനി പെണ്ണുങ്ങന്മാരോടൊരു വാല്യൂ മൗലവിന്റെ വകെ കേട്ടോളെ, സഹോദരിമാരെ, ഒരു പക്ഷേ നിങ്ങളുടെ നിക്കാഹ് പള്ളിയിലോ പറമ്പിലോ മറ്റെവിടെയെങ്കിലുമോ ആയിരിക്കൊള്ളട്ടെ, ആ ശുഭമുഹൂർത്തം നിങ്ങൾ അറിയാതെ പോകരുത്. അതിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കരുത്. മറ്റാരും സാക്ഷിയായില്ലെങ്കിലും നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾ സാക്ഷിയാവണം. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ വിവാഹിതരാവരുത്. പുതിയൊരു പെണ്ണ് സാക്ഷി. അപ്പോ ഈ മൗലവിമാർക്ക് എന്താ വേണ്ടത്? നിക്കാഹിന്റെ സദസ്സില് ഈ 1-ാം നമ്പർ യുവതിനെ കൊണ്ടുപോയി ഇരുത്തിക്കൊടുക്കണോ? കാരണം മൗലവി അതിനല്ലേ വരുന്നത്. നിങ്ങൾ ആലോചിക്കും, മൗലവി നമ്മളോട് ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ? മൗലവി നമ്മളോട് ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ? എന്നാ ഇനി വേറൊന്ന് കേൾക്കണം നിങ്ങൾക്ക്. ഇതിപ്പോ സദസ്സിലിരിക്കുന്നതല്ലേ, എന്നാ പൊത്തിപ്പിടിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ഇനി വായിക്കാൻ പോകുന്നു. അത് കേട്ടോളെ. വരട്ടെ. സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യൽ കൂടാവാ. ഞാൻ ഇതിന്റെ മാസിക ചോദ്യം, ഒരു സ്ത്രീക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? ഉദാഹരണത്തിന് ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ, മരുമകൻ, പെങ്ങളുടെ മകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ലേ? അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണക്കും വഴിവെക്കില്ലേ? ഭർത്താവിന്റെ അച്ഛന്റെ തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ബൈക്കുമ്പോ പോവാ, അതിന്റെ വിധിയാ ചോദ്യം. മറുപടി കേട്ടോളെ മൗലവിമാരെ മറുപടി. ഉമ്മു അബ്ദുള്ള വടകര, നമ്മളെ നാട്ടുകാരാ ചോദിച്ചത്, നമ്മളെ താലൂക്കാര. ഉമ്മു അബ്ദുള്ള അതിന് മറുപടി, അന്യപുരുഷനായ ഒരു ഡ്രൈവർ മാത്രം നിയന്ത്രിക്കുന്ന ബൈക്ക്, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളിൽ ഒരു സ്ത്രീ മാത്രമായി യാത്ര ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതാണ്, നല്ലത് വേറെ. എനിക്ക് കേട്ടോളി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തീരെ സുരക്ഷിതത്വം ലഭിക്കാത്ത രാജ്യങ്ങളിൽ. എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും പകലും ദീർഘമാകാത്ത യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ തെളിവുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു 24 മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാ റിയാക്ഷൻ ആകുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഭർത്താവിന്റെ അനുജന്റെ കൂടെ തോളിൽ പിടിച്ചിട്ട് ബൈക്കുമ്പോ പോകുന്നതിന് കുഴപ്പമുണ്ട് മൂപ്പര് തെളിവ് കണ്ടിട്ടില്ല. ഇനി ബാക്കി കേട്ടോളി. ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർഭയത്വം ഉറപ്പാണെങ്കിൽ അന്യപുരുഷന്റെ കൂടെയോ ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ മുതലായവരുടെ കൂടെയോ ബൈക്കിന്റെ മുന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനും വിരോധം ഇല്ല. എന്നാ പിന്നെ അന്നേരം എന്താ വേണ്ടത് കേട്ടോളെ. എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. ഒഴിവായിക്കൊള്ളൊന്നുമില്ല, പരമാവധി അങ്ങ് ശ്രമിച്ചാൽ മതി സ്പർശനം ഒഴിവാക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ സംസ്കാരം ഈ മുസ്ലിം സമുദായത്തിന്റെ
മുന്നിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന മൗലവിമാർ. ഇവരെ എതിർത്തതല്ലേ ഞങ്ങൾ ചെയ്ത സബുൽ മുബിഖാത്ത്? അതല്ലേ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതിനല്ലേ ഞങ്ങളെ ക്രൂശിക്കുന്നത്? അതിനല്ലേ ഞങ്ങളെ ചീത്ത പറയുന്നത്? ഞങ്ങളത് ക്ഷമിച്ചോളാം, ഈ ദീനിന് വേണ്ടി ക്ഷമിച്ചോളാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എഴുതിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ സെൽഫികൾ? ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കുന്ന ഒരു തട്ടിപ്പ്. എന്താ അത് തട്ടിപ്പെന്നറിയോ? നമ്മളെ സിറാജ് പത്രം, അതുപോലെ ചന്ദ്രികാ പത്രം, മാധ്യമം, വർത്തമാനം, ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങളുടെ ആളുകൾ തന്നെ ഇറക്കുന്ന പത്രങ്ങൾ, ഈ പത്രങ്ങൾ മുജാഹിദും സുന്നിയും മുജാഹിദുകളായ ആൾക്കാർ 99% ഓഫീസിൽ ഇരുന്നിട്ട് നടത്തുന്നതും അതുപോലെ തന്നെ അല്ലാത്തവർ നടത്തുന്നതൊക്കെ ആയ പത്രങ്ങളുണ്ട്. ഈ പത്രങ്ങളിൽ ദിനപത്രമല്ലേ, അതിന് പലതും വരും. ഇപ്പൊ സിറാജ് നടത്തുമ്പോൾ അതിന്റെ ഓഫീസിൽ പോയിട്ട് കാന്തപുരസ്ഥാൻ ഇരിക്കാൻ പറ്റും, എനിക്ക് ഇരിക്കാൻ കഴിയുമോ? ഉള്ളാതാക്കി ഇരിക്കാൻ കഴിയും. അവിടെ മുസ്ലിമും ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, പല തൊഴിലാളികളും ഉണ്ടാവും, ചന്ദ്രികയിലും ഉണ്ടാവും, അങ്ങനെ തന്നെ മാധ്യമത്തിലും ഉണ്ടാവും, വർത്തമാനത്തിലും ഉണ്ടാവും. അല്ലാതെ ഒരു പത്രം നടത്താൻ കഴിയും? അപ്പൊ പത്രത്തിൽ പലപ്പോഴും പല പരസ്യവും. ഓരോ പരസ്യം വന്നാൽ തന്നെ ഞങ്ങൾ ചിലപ്പോൾ അറിയാം ഏതെങ്കിലും ഒരു മുജാഹിദ് സ്റ്റേജ് വന്ന് വായിക്കുമ്പോൾ നമ്മൾ വിവരാക്കി. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ആദ്യം എടുത്തിട്ട് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ളതിന്റെ തെളിവ്, സിറാജിലുണ്ടല്ലോ ഒരു സിനിമാ നടിന്റെ പേര്, സിറാജിലുണ്ടല്ലോ മറ്റേ ഈ ഓടാൻ പോകുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നോ, എന്താ അവളെ പേര് എനിക്കറിയില്ല, എന്താണ് സാനിയന്റെ ഫോട്ടോ ഉണ്ടല്ലോ സിറാജുള്ളൂ. ആ എന്തിനാവുക? ആർക്കറിയോളം എന്തിനാ നോക്കുന്ന ആരക്കറിയാം? നമ്മളിത് നോക്കി നടക്കല, എന്തിനോ പോകുന്നുണ്ടാവും, അല്ലാഹു വേണോ. അപ്പോ ഇങ്ങനെ കുറച്ച് ആളുകളെ ഫോട്ടോ ഉണ്ടാവും, ചന്ദ്രികയിൽ വന്നത്, അല്ലെങ്കിൽ സിറാജിൽ വന്നത്, അല്ലെ മാധ്യമത്തിൽ വന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് മുജാഹിദുകൾ ചോദിച്ചത്, അപ്പൊ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് മൗലവിന്റെ മുന്നിൽ ഇരുന്നൂടെ, നിക്കാഹിന് പൊത്തിപ്പിടിച്ച് പോയിക്കൂടെ? ഇതാ തെളിവ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൗലവിമാർ പറയണം മറുപടി ഇതിന്. കാരണം ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു, സിറാജ് പത്രത്തിന്റെ ഓഫീസിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ജോലിക്കുണ്ട്. പലപ്പോഴും ഞങ്ങൾ അറിയാത്ത പലതും പത്രത്തിൽ പരസ്യങ്ങളും എല്ലാത്തൊക്കെ വന്നേക്കും. അതൊരു പത്രത്തിന്റെ സ്വഭാവമാണ്. അങ്ങനല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. ചന്ദ്രികയിൽ ഒരു മോശമായ പരസ്യം വന്ന ശിഹാബദങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തട്ടെ. തങ്ങൾ അതിന്റെ ഉത്തരവാദിയാവോ? ആവൂല. അത് ആർക്കും മനസ്സിലായി. നോക്ക്, നിങ്ങൾ ഒരു ചന്ദ്രികയാണ്, ചന്ദ്രികാപാരാണ്. ഇതിലിപ്പോ അതിന്റെ കോലമൊന്ന് നോക്കിയാൽ എന്തെല്ലാം ജാതി പെണ്ണുങ്ങളാണുള്ളത്, ഏതെല്ലാം നിലക്ക് മറക്കാത്തുള്ളത്. അതേ സമയത്ത് ഉമർ അലി ശിഹാബദങ്ങൾ ഇപ്പുറത്തിരുന്നിട്ട് നിക്കാഹ് ചെയ്യുന്നുണ്ട്. പക്ഷെ തങ്ങളറിയോ ഇത് മുജാഹിദീങ്ങൾ കയറ്റിയാണ് ചന്ദ്രികയിൽ തങ്ങളെ പറ്റിക്കാൻ. കാരണം ഉമർ അലി ശിഹാബ് ഇപ്പുറം ഇരുന്നിട്ടുള്ള ഫോട്ടോ കൊടുത്താൽ പിന്നെ പറയാലോ, കണ്ടോ നിങ്ങളെ സുന്നിന്റെ നേതാവ് ഇരുന്നെന്ന് പറയാലോ. അതിന് ചന്ദ്രികയിലെ മുജാഹിദ് എടുക്കുന്ന പണിയാണിത്. അതിന് തങ്ങൾ ഉത്തരവാദിയല്ല, സുന്നികളായ മുസ്ലിം ലീഗുകാർ ഉത്തരവാദികളല്ല. അത് മുജാഹിദിന്റെ കുതന്ത്രാണ്. ഇതറിയാത്തവരാണോ ഞങ്ങൾ? ഇതുപോലെ ഇവര് ചിലപ്പോ ചില പരസ്യം കൊണ്ടുകൊടുക്കും. സിറാജിന്റെ പത്രത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ അടുത്ത് മൗലവി തന്നെ പറഞ്ഞു പോയില്ലേ, നാ കൊണ്ട് ഞാൻ കൊടുത്തതാണ്. മൗലവിന്റെ നാ കൊണ്ട് അല്ല പറയിച്ച് മൗലവി കൊടുത്തതാണ്. നിങ്ങൾ ഇവിടെ കേസറ്റ് എടുത്തു നോക്കി, ഇല്ലേ നിഷേധിക്കട്ടെ. അങ്ങനെ അയാൾ പറഞ്ഞില്ല, ഞാൻ സിറാജി കൊടുത്തു, അയാൾ പറഞ്ഞില്ല എന്ന് പറയട്ടെ. അപ്പൊ ഇവരെ തട്ടിപ്പാണത്. ഇതുപോലെ എത്ര ഉണ്ട് വേറൊരു പെണ്ണിന്റെ നേട്ടങ്ങൾ ചന്ദ്രികേട്ടന്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അതിന്റെ മുജാഹിദീങ്ങൾ എടുക്കുന്ന പണിയാണ്. ഇതിന് സുന്നികൾ ഉത്തരവാദിയല്ല, ശിഹാബദങ്ങൾ ഉത്തരവാദിയല്ല, സാഹിബ് ഉത്തരവാദിയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ മുജാഹിദിന്റെ ഏർപ്പാട്. ഇത് ഏത് പത്രത്തിലുണ്ടാവും. ഇങ്ങനത്തെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് മുജാഹിദീങ്ങളുടെ കുതന്ത്രങ്ങളിൽ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ പെട്ടുപോകരുത്. അതുകൊണ്ടൊന്നും പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയി ചുമസ്കരിക്കാം എന്നതിന് തെളിവല്ല. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇതൊക്കെ ചെയ്തിട്ട് ഇവരെ ചോദ്യം നമ്മളോട് എന്ത് ചോദ്യം? എന്താണ്? സുബ്ഹാനല്ലാഹ്, ഉളുപ്പുണ്ടോ? എല്ലാ മഹാന്മാരെയും നിസ്സാരപ്പെടുത്തലല്ലേ ഇവരെ ലക്ഷ്യം? ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പടയണില്ലേ, ശിഹാബദങ്ങൾ കൈക്കൂലി കൊട്ടുപോലും കാന്തപുരത്തിന് വിചാരികൾ പറഞ്ഞതാ. അതാ കാണിക്കാൻ പോകുന്നത്. നമ്മളെ മുഴുവൻ സാധാത്തുക്കളെയും സയ്യിദന്മാരെയും കണ്ടോ, പെരുന്നാൾ പ്രഖ്യാപനം അഴിമതി നടന്നു. അതൊന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. ശിഹാബദങ്ങൾ കാന്തപുരത്തിന് കൈക്കൂലി കൊട്ടു എന്നാ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവരുടെ ഒരു തൊലിക്കെട്ടി. അപ്പൊ എന്താ വിഷയമോ? മുജാഹിദീങ്ങളുടെ പ്രഖ്യാപനാണത്. നിഷേധിക്കുന്ന മൗലവിമാര് മുഴുവൻ മഹാന്മാരെയും നിസ്സാരപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവര് ഒരു ഉൾപ്പുണ്ടോ നമ്മളോട്?
ഞാനൊന്ന് വായിക്കട്ടെ, ഉൾപ്പെട്ടേ കേട്ടോളി. എന്താ കേട്ടോളെ? ബിസ്മി അറിയിപ്പ്. ബിസ്മി തന്നെ ഇവരൊരു സംഘടനയുടെ പേരാ. ഞാൻ നിങ്ങൾ ഖുർആനിൽ കാണുന്ന ബിസ്മി അല്ല. എന്താ വായിച്ചു നോക്കിയ നിങ്ങൾ? ഗർഭധാരണ ശേഷി നിലവിലില്ലാത്ത 25-നും 45-നും ഇടയിൽ പ്രായമുള്ള ആദർശ ബന്ധുക്കളായ വനിതകളെ ആവശ്യമുണ്ട്. രക്ഷിതാക്കൾ വിശദ വിവരങ്ങൾ അറിയിക്കുക. സിക്കത്തരി ബിസ്മി വിവാഹ വിഭാഗം മുജാഹിദ് സെന്റർ കോഴിക്കോട് 2. ഒരു പരസ്യാണത് മുജാഹിദിന്റെ. എന്താ പരസ്യത്തിൽ പറഞ്ഞത്? അത് 25-നും 45-നും ഇടയിൽ പ്രായമുള്ള ഗർഭധാരണ ശേഷി നിലവിലില്ലാത്ത വനിതകൾ ആവശ്യമുണ്ട് പോലും. അപ്പൊ ഏത് ജാതിയാ കിട്ടേണ്ടവർ ഇങ്ങനെ ശരിയാക്കിയിട്ട് കൊണ്ട കൊടുക്കണോ? ഇങ്ങനെ ഗർഭധാരണ ശേഷി നിലവിലില്ലാത്തോ കൊണ്ട കൊടുക്കണം. നമ്മളെ ഇത്തരം പരസ്യം വരെ കൊടുക്കുന്ന ഇവര് നമ്മളോട് ചോദ്യം ഉൾപ്പുണ്ടോ? എന്താ കാരണം? സാനിയന്റെ ചിത്രം വന്നിരിക്കുന്നു. അതിന്റെ മറുപടി അയാളെ നാവുകൊണ്ട് എന്നെ പറയിക്കട്ടെ. എന്നെ മറുപടി പറയണല്ലോ. ഉൾപ്പുണ്ടോന്ന് ചോദിച്ചാൽ എന്നെ മറുപടി ഒന്ന് പറയട്ടെ. ഈ ഇങ്ങോട്ട് അതേ പറയുന്നത്. ഉൾപ്പുണ്ടോ നിങ്ങൾക്കിത് പറയാൻ? ഇങ്ങോട്ട് അതേ പറയുന്നത്. ഉൾപ്പുണ്ടോ നിങ്ങൾക്കിത് പറയാൻ? അതെ, ഇതൊക്കെ എഴുതി ചോദ്യം ഉൾപ്പുണ്ടോ? അത് അങ്ങോട്ടേക്കാ ലമീർ മടങ്ങുന്നത് കേട്ടോ. ശിഹാബുകളിലേക്കല്ല മടങ്ങുന്നത്, കാന്തപുരത്തിലേക്കല്ല മടങ്ങുന്നത്. ലമീർ മടങ്ങുന്നത് സർവ്വ സെൽഫികളിലേക്കാണ്. മാന്യ മുസ്ലിം സഹോദരന്മാര്, തോന്നിവാസത്തിനും ഇല്ലേ ഒരു അതിൽ? എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി മൗലവി ഇവിടെ ഒരു ഭയങ്കര തട്ടിപ്പ് എടുത്തു. ഭയങ്കര തട്ടിപ്പ് തന്നെ. മൗലവിക്ക് ആളുകളെ സഹതാപം പിടിച്ചിട്ടുണ്ട്. അതിന് മൗലവി എന്ത് ചെയ്തു? മൗലവി സഹതാപം പിടിച്ചേക്കാൻ വേണ്ടി എടുത്തൊരു പണി എന്താണെന്ന് ചോദിച്ചാൽ, പേരോട് എന്റെ ഒരു അബദ്ധം കണ്ടെത്തി വിമർശിച്ചു കളഞ്ഞു. അതെന്താ? അത് എഴുത്തൂനക്കും മിനല്ലാഹി വിമാനം തസ്മഊന്നുള്ള സ്ഥലത്ത് ഞാൻ ഹാദീസാണ് വായിച്ചു. ഒരു മിന്നി ബിയായി പോയി മക്കളെ. അബദ്ധം ആർക്കും വരൂലേ? അത് പേരോട് ആഘോഷിച്ചു കളഞ്ഞു വിടുന്നു. അയാളെ കുഞ്ഞാടുകളും ആഘോഷിച്ചു. അപ്പൊ സാധാരണ ആർക്കും തോന്നും അതേതായാലും മോശമായിട്ട്. എന്നാ മാന്യ മുസ്ലിം സഹോദരന്മാരെ, വഞ്ചനയാണ്. എന്റെ പ്രശ്നം അവിടെയല്ല. ആ ഹദീസ് മൗലവി ദുർവ്യാഖ്യാനം ചെയ്തു. ആ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടുത്തുള്ള കാലം വരുമ്പോ നിങ്ങളെ മുൻഗാമികൾ പറയാത്ത വർത്തമാനങ്ങളും കൊണ്ട് ദജ്ജാലുകൾ വരുമെന്നാണ്. നമ്മളെ മുൻഗാമികൾ 20 റക്അത്തിൽ കുറഞ്ഞ തറാവീഹ് കേട്ടിട്ടില്ല, ജുമുഅക്ക് ഒറ്റബാങ്ക് കേട്ടിട്ടില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ മാറ്റിമറിക്കുന്ന കക്ഷികൾ വരുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. എന്നാ മൗലവി എന്ത് ചെയ്തു? അത് മൗലവിക്ക് അനുസരിച്ച് ഒപ്പിക്കാൻ വേണ്ടി മൗലവി അർത്ഥം മാറ്റി. മൗലവി പറഞ്ഞ് സഹാബികളോടാ നബീന് പറഞ്ഞത്. സഹാബികളുടെ മുൻഗാമികൾ കേൾക്കാത്ത ചെയ്യുന്നവർ വരുമെന്നാ പറഞ്ഞത്. അത് സഹാബികളോടാ പറഞ്ഞത്. അതുകൊണ്ട് മുഴുവൻ സഹാബികളും അറിയാത്തൊരു സംഗതി ഉണ്ടെങ്കിൽ അത് വിദേഹത്താണ് എന്ന് പറഞ്ഞാൽ ജുമൈന്റെ ഒരു ബാങ്ക് വിദേഹത്താണ്. കാരണം മുഴുവൻ സഹാബികളും കേട്ടിട്ടില്ലല്ലോ. അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ബാക്കിയുള്ള സഹാബികളല്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടില്ലല്ലോ. അപ്പൊ മുഴുവൻ സഹാബികളും ഇല്ലാത്തൊരു വിദേഹത്താണ് എന്ന് മൗലവി പച്ചക്കള്ളം ആ ഹദീസിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. അത് ഞാൻ പിടികൂടി. അത് പിടികൂടിയിട്ട് വിമർശിക്കുമ്പോൾ ഞാൻ 2 നിലയ്ക്ക് വിമർശിച്ചു. ഒന്ന്, ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു. മറ്റൊന്ന്, ഹദീസ് വായിച്ചതിന്റെ തെറ്റാണ്. കാരണം ഹദീസ് എന്റെ കേട്ട് പഠിച്ചാൽ, എന്റെ കേസറ്റ് കേട്ട് പഠിക്കില്ല അയാൾക്ക് പണി. അപ്പോ അങ്ങനെ കേട്ട് പഠിച്ചാൽ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കാത്തത് ഞാൻ ചോദിച്ചു. മൗലവി എന്ത് ചെയ്തു? ഈ ഹദീസ് എന്നുള്ള ഭാഗം മാത്രം കേൾപ്പിച്ചിട്ട് ഞാൻ വിമർശിച്ച പ്രസക്ത ഭാഗം മൂടി വെച്ചു. ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കാം, മൗലവി എന്താ പറഞ്ഞതെന്ന് കേൾക്കാം. മൗലവി ആദ്യം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. മൗലവിയുടെ ആദ്യത്തെ പ്രസംഗം, പിന്നീട് മൗലവി രണ്ടാമത് അദ്ദേഹം ഈ ആഘോഷിച്ചു കഴിഞ്ഞു കംപ്ലൈന്റ് പറയുന്നത്, മൂന്നാമത് ഞാൻ വിമർശിച്ച ശൈലി. മൂന്നും കേട്ടോളൂ. ആദ്യത്തെ അവസാന കാലഘട്ടത്തിൽ ദജ്ജാലൂന കസ്സാബൂന, കളവ് പറയുന്ന, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുമെന്നും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യഅ്തൂനകും ബിഅഹാദീസ മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും.
ഓ സഹാബത്തെ, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കേട്ടിട്ടില്ലാത്ത ചില വർത്തമാനങ്ങളുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത്. നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, അവര് നിങ്ങളെ പിഴപ്പിക്കുന്നത് നിങ്ങൾ നോക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ആദ്യമായി കേട്ടത് സ്വഹാബത്താണ്. അല്ലാഹുവിന്റെ റസൂൽ അടക്കമുള്ള, അതുപോലെ തന്നെ ആ ശബ്ദം ശ്രവിക്കുന്ന സ്വഹാബ കിറാം അടക്കമുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും പരിചയമില്ലാത്ത ചില വർത്തമാനങ്ങളും അവർക്ക് പരിചയമില്ലാത്ത അഖീദകളും വിശ്വാസങ്ങളുമായി കൊണ്ട് പിൽക്കാലത്ത് ചില ആളുകൾ രംഗത്ത് വരുമ്പോ നിങ്ങൾ അവരെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോ കണ്ടോ, ഇപ്പൊ നബിയും മുഴുവൻ മോമിനീങ്ങളും, അന്നത്തെ സഹാബികളായ മുഴുവൻ മോമിനീങ്ങളും അവരെ മുൻഗാമികൾ കേൾക്കാത്തത്. അവരെ മുൻഗാമികൾ ആരാ? അബൂജഹലിന്റെ ഉപ്പാപ്പ അബൂജഹൽ. അവരെ മുൻഗാമികൾ മുശ്രിക്കുകളല്ലേ? അവര് കേൾക്കാത്ത കൊണ്ട് വരുന്ന ഇത് ഇയാളെ തട്ടിപ്പാണ്. ഇത് ഞാൻ പിടികൂടി വിമർശിക്കുമ്പോ ഞാൻ രണ്ടും എടുത്തു ധരിച്ചു. ഒന്ന്, ഇയാളെ ഹദീസിൽ പേഴ്ചത് വാചകം പേച്ചു, തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. രണ്ടും പറഞ്ഞു. അതിന് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് നന്നായിട്ട് കൊണ്ടു. അപ്പൊ ആളുകളെ ഒന്ന് സഹതാപം പിടിച്ചിട്ടാണ് നേരോട് അബദ്ധം പിടികൂടി കളഞ്ഞു എന്ന് പറഞ്ഞു. അബദ്ധം പിടികൂടുകയാണെങ്കിൽ മൗലവി നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ ഹദീസിന്റെ ആദ്യ ഭാഗം ഓതിനോ? ഇല്ല. ഞാൻ അതിനെ പറ്റി എന്തോ പറഞ്ഞു? ഇല്ല. കാരണം ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് ഹദീസ് മുഴുവൻ ഓതണമെന്നില്ല, ആയത്ത് മുഴുവൻ ഓതണമെന്നില്ല. ആദ്യ ഭാഗം ഒഴിവാക്കിയിട്ട് ആശയം പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ ആശയം പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളിൽ. ചേക്കൂർ ഫിയാഖിർ സമാനെ വായിച്ചിട്ടില്ല, വായിക്കേണ്ടിയില്ല. അപ്പൊ ഒരായത്തിന്റെയും ഹദീസിന്റെയും കഷ്ണം ഉദ്ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് തെറ്റേണ്ടെന്ന് ആരോട്ട് പറഞ്ഞിട്ടില്ല. പ്രശ്നം എവിടെയാണെന്നറിയോ? ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു. ആ ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ തന്നെ ഹദീസ് മേടിച്ചിട്ടാണ് ഓതിയത്. ഇത് രണ്ടുമാണ് ഞാൻ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് മൂപ്പർ സഹതാപം പിടിച്ചേറ്റാൻ വേണ്ടി വെച്ച ഭാഗം ഒന്ന് കേൾപ്പിച്ചു. അയാളും അയാളുടെ കുഞ്ഞാടുകളും കൂടി എന്റെ അടുക്കൽ മിന്ന് എന്നതൊന്ന് ബി ആയി പോയത് ആഘോഷിക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. ഒരു ഹരിയുണ്ട്, എന്റേത് കേട്ട് പഠിച്ചതാ. എന്നാ പഠിക്കുമ്പോൾ മര്യാദ പഠിക്കണം. എന്റെ കേസൊന്നും മര്യാദ കേട്ടോളായിരുന്നോ? ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. കേട്ടാളെ കേസൊക്കെ തന്നെ കേൾപ്പിക്കാം. കാരണം മൂപ്പർ ഹരീസ് അറിഞ്ഞൂടാ. മൂപ്പർ ഹരീസ് വായിച്ചത് തെറ്റാണ്. ഹരീസ് വായിച്ചത് തെറ്റാണ്. കാരണം മൂപ്പർ ഹരീസ് പഠിച്ചില്ല. പ്രസംഗത്തിന്റെ കേസറ്റിന്റെ പകുതി കേട്ട് പഠിച്ചതാ. എന്നിട്ട് ഇവിടെ കൊണ്ടൊന്ന് അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് ഈ വേണ്ടാ വേലകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുക? ഒന്ന് വെച്ചാട്ടോ പോലെ അന്ത്യനാളിനോടടുക്കുമ്പോൾ പ്രവാചകന്മാരെ പഠിപ്പിച്ച, അതുപോലെ തന്നെ അവർക്ക് പരിചയമില്ലാത്ത, ജ്ഞാനത്തിന് പരിചയമില്ലാത്ത വിശ്വാസാദങ്ങളുമായി പലരും സമൂഹത്തിൽ എത്തിച്ചു വരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ കളവ് പറയുന്ന, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില വിശുദ്ധ ശക്തികൾ രംഗത്ത് വരും. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യഖ്തൂനകും ബിഅഹാദീസ മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. കേട്ടോ, യഖ്തൂനകും ബിഅഹാദീസ മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങൾ ഹദീസേ ഇല്ല, ഞാൻ വെല്ലുവിളിക്കുന്ന മൗലവിയാണ്. എന്താ ഹദീസിന്റെ നോക്കി പഠിക്കണം മൗലവിമാരി. എന്തിനീ വിവരക്കേട് കൊടുക്കണം? ഷാഫിയും അവന് വിവരമില്ല, സെലഫിക്കാ വിവരം. എന്താ പറയുക, നാളാവത്ത് കൊണ്ടുവരാണ്. സെലഫിനെ വലിയ വിവരമുള്ള കൊണ്ടുപോകുന്നതല്ലേ. എന്റെ ഹരീസ് ആദ്യമായിട്ട് പറഞ്ഞ ഹരീസാണ്. അത് എന്നെ പറഞ്ഞ കളാവാണ്. ഹരീസിലുള്ളത് അങ്ങനെയല്ല. ഹരീസിലുള്ള വാചകം ഞാൻ ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിം ഹരീസ് ഞാൻ നോക്കി വായിക്കാം. قال رسول الله صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم بأحاديث يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم. ഞാൻ എന്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഹദീസാണ്. ഇത് മൂപ്പര് എവിടെ നോക്കിയിട്ടൊന്ന് പഠിച്ചു വെച്ചതാ. ഞാൻ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കണ്ടേ? അത് പഠിക്കുമ്പോൾ
സമയം പോകും, പിന്നെ ആവർത്തിച്ചു വെച്ചാലും. ശ്രദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ, ഇയാള് കുഞ്ഞാടുകളും കൂടി തെക്കുബീർ ചൊല്ലി വെല്ലുവിളിച്ച് ആഘോഷിക്കുക. എന്ത് ഒരു മിന്ന് ബി ആയിപ്പോയത്. എനിക്കവിടെ ഒന്നും നേടല്ല മിന്ന് ബി ആയിപ്പോയതുകൊണ്ട്. അബദ്ധം ആർക്കും സംഭവിക്കൂലേ? പേരോട് അബദ്ധത്തിൽ നിന്ന് മുക്തനാണോ? അപ്പൊ ഇത് കേട്ട ആർക്കും തോന്നൂലോ ഒരബദ്ധം വന്ന് പേരോട് കാര്യമായിട്ട് പറഞ്ഞു എന്നല്ലേ തോന്നുക. എന്നാ സംഗതി ഞാൻ വിമർശിച്ച ഭാഗം വരട്ടെ. ഹദീസ് എന്നാ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? നിങ്ങളും നിങ്ങളുടെ പിതാമഹന്മാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങൾ കൊണ്ടുവരും, നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പാരും കേൾക്കാത്ത കൊണ്ടുവരും. അത് ഇവരല്ലേ കക്ഷി. അപ്പൊ ചങ്ങാതി പറയാ അത് സഹാബത്തിനോടാ പറഞ്ഞ, സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തതാണ്. ഈ മൗലവിക്ക് മതമറിയോ? സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തത് പറഞ്ഞ റസൂലുള്ളയാ. അതാലി തുന്ദിറ ഖൗമൻ മാ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് സഹാബികളുടെ ഉപ്പാപ്പമാരുണ്ടാവുമല്ലോ, അബൂജഹലി ഉത്ബത്ത് ശൈബത്തിൻ്റെല്ലോ കാലഘട്ടത്തിൽ അതിന്റെ മുമ്പ് ജീവിച്ചവര്, അവര് കേൾക്കാത്ത വർത്തമാനം റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് താക്കീദിന് ഒരു നബി വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവർക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തതെന്നല്ല. സഹാബത്തിന്റെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു സഹാബിയ, ഉപ്പാരാന്നറിയോ? അബൂജഹല. അപ്പൊ സഹാബത്തിന്റെ ഉപ്പാപ്പ കേൾക്കാത്തത് പറയുന്നവര് വരും തന്നെ അബൂജഹല്. അബൂജഹല് കേൾക്കാത്തത് പറയുന്നു എന്നല്ല. മൗലവിക്ക് മതം അറിയണ്ടേ? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഖിയാമത്ത് നാളിൽ, ആ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ജീവിക്കുന്ന മൂമിനീങ്ങൾ, ആ മൂമിനീങ്ങളുടെ ഉപ്പാപ്പമാരാരാണ്? വലിയ മഹാന്മാരും മുൻഗാമികൾ മഹാന്മാരാ. ആ മഹാന്മാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങൾ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നവരാണ് നിങ്ങൾ. പൂർവീകർ കേൾക്കാത്ത തറാവീഹ് 8, അതുപോലെ തന്നെ ഇവിടെ ജുമാക്ക് ബാങ്ക് 1, ഇങ്ങനെ തുടങ്ങി ഒക്കെ ഓരോന്നോരോന്നേ ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങളാണ് ആ കക്ഷി എന്ന് ഹദീസ് വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഇതാ ഞാൻ പറഞ്ഞത്. ഇതവിടെ മൂടി വെച്ചിട്ട് ആളുകളെ സഹതാപം പിടിച്ചിട്ടാണ്. കാരണം എന്നെ കുറച്ച് ചീത്ത പറയാണ്ട് മൂപ്പർക്ക്. അതിന് ആളുകളെ മനസ്സൊന്ന് റെഡിയാക്കണമല്ലോ. ഞാൻ മൂപ്പര് ഇങ്ങനെ സഹതാപം പിടിച്ചിട്ട് അവിടെ ഇത് മൂടി വെച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്നിട്ട് മൂപ്പര് പറയാം, പേരോട് മുക്തനാണോ അബദ്ധത്തിൽ നിന്ന്? എന്നിട്ട് എനിക്കൊരബദ്ധവും സംഭവിക്കാത്ത ഒരു വിഷയം എന്റെ തലയിൽ വെച്ചിട്ട് ഭയങ്കര വെല്ലുവിളി, ചെരുപ്പെടുത്തോളാന്ന് പറഞ്ഞു. ഇനി ആ ചെരുപ്പെടുക്കുന്ന ആ വിഷയത്തിലാണ് കടക്കാൻ പോകുന്നത്. എന്റെ ചെരുപ്പ് മൂപ്പരെടുക്കാന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ പുതിയ ഒന്ന് വാങ്ങാനുള്ളൊരു സമയം തരണം. കാരണം എനിക്ക് നടക്കണ്ടേ. മൂപ്പര് ചെരുപ്പെടുത്തോളാതെ. എന്നാ സഹോദരന്മാര്, ആദ്യമായിട്ട് ഞാൻ ആ വിഷയം ഒന്ന് പറയട്ടെ. ഞാൻ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ പോയി ഒരു മുഖാമുഖം പരിപാടി പങ്കെടുത്തു. കുറേ ചോദ്യങ്ങൾ വന്നു. എല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി. ഒരു ചോദ്യം സ്ത്രീധനത്തെ സംബന്ധിച്ചാണ്. അപ്പൊ ആ ചോദ്യത്തിന് ഞാൻ വ്യക്തമായ മറുപടി പറഞ്ഞു. മഹർ കൊടുക്കണം, മഹർ കൊടുക്കൽ നിർബന്ധമാണ്, കൊടുക്കാതെ നിക്കാഹില്ല. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ധനം എന്നാണ്. അത് നമ്മൾ പുതിയാപ്പിള പോയിട്ട് കഴിക്കുന്ന ബിരിയാണി അടക്കം സ്ത്രീയുടെ ധനമാണ്. അപ്പൊ സ്ത്രീധനം ഹറാമാന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ അന്ന് ഭാര്യ വീട്ടിൽ നിന്ന് ബിരിയാണി അടക്കം ഹറാമാവും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതേസമയം സ്ത്രീധനം ഇന്ന് നടക്കുന്ന സാമൂഹ്യമായ സ്ത്രീധനം എന്ന ആശയം അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പെണ്ണിന്റെ അടുത്ത് വയസ്സെന്ന് വിചാരിക്കുന്ന നല്ല പരിപാടിയല്ല, താണ ഏർപ്പാടാണ് എന്നൊക്കെ പറയുകയും ചെയ്തുകൊണ്ട് ഞാനതിന് മറുപടി പറഞ്ഞു. ആ മറുപടി പറയുമ്പോൾ ഞാനൊരായത്തിന്റെ ഭാഗം ഓതി. ആയത്തിന്റെ ഭാഗം തെളിവിൽ ഉദ്ധരിച്ചുകൂടാന്ന് ഒരു കിതാബിലുമില്ല. ലോകത്ത് കഴിഞ്ഞ എല്ലാ ഇമാമികളും എടുക്കുന്ന പണിയാണ് ആയത്തിന്റെ ഭാഗങ്ങൾ തെളിവിൽ ഉദ്ധരിച്ചത്. അത് ഞാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് ഇത് കേൾപ്പിച്ചും തരാം. ആയത്തിന്റെ ഭാഗങ്ങൾ തെളിവിന് ഉദ്ധരിക്കും. അങ്ങനെ ഞാൻ ഉദ്ധരിച്ചു. ബുഖാരി, മുസ്ലിം തുടങ്ങിയ എല്ലാ കിതാബിലും കാണും അങ്ങനെ. ഈ മൗലവിയും അങ്ങനെ ഉദ്ധരിച്ച ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾപ്പിച്ചു. ആയത്തിന്റെ ഭാഗങ്ങൾ ഫൈൻസിബിനലക്കും എന്ന ആയത്തിന്റെ ഭാഗം ഞാൻ ഉദ്ധരിച്ചു. എന്നിട്ട് ആ ആയത്തിൽ പറയുന്ന ഒരു ആശയം ഞാൻ ജനങ്ങളോട് പറഞ്ഞു. പൊരുത്തപ്പെട്ടതെന്നാ ഭാഗം ഇനി വിടുന്നില്ല. ഇത് സർവ്വ കിതാബിലുള്ള ഇൻഷാ അല്ലാഹ് ഓരോന്നും കിതാബും പേജ് നമ്പറും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് സർവ്വ സലഫി, ലോകം ഉൾക്കുള്ള സലഫികളെ ഇത് പഠിപ്പിച്ചിട്ടല്ലാതെ പേരോട് മടങ്ങിപ്പോയില്ലോ കേട്ടോ. മുഴുവൻ സലഫികളെ പഠിപ്പിച്ചിട്ടില്ലാതെ ചെരുപ്പെടുക്കും നിങ്ങളില്ലേ, ഒരൊറ്റ ചെരുപ്പും ബാക്കി ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു. അപ്പോ
അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് അവിടെ അന്ന് ചെയ്തു, നിങ്ങളൊന്ന് കേൾക്കണം. ഫൈൻ ഇബ്നുലക്കും എന്ന് ഞാൻ ആവർത്തിച്ചോതി 3 പ്രാവശ്യം ഓതിയ ശേഷം പിന്നെ അതിന്റെ ശേഷം അൻ ചെയ്യുന്നുണ്ട്. അത് അൻ ചെയ്യുന്നാണോ മിൻ ചെയ്യുന്നാണോ എനിക്ക് സംശയം വന്നപ്പോൾ ഹൈദരോസ് മുസ്ലിയാർ സമസ്ത മുസാവറുള്ള പ്രധാനപ്പെട്ട ഒരു ആലിമുണ്ട് അടുത്തിരിക്കുന്നു. മൂപ്പരോട് ഞാൻ ചോദിച്ചു മിൻ ചെയ്യുന്നാണോ എന്ന് ചോദിച്ചു. മൂപ്പര് അൻ ചെയ്യുന്നാണെന്ന് പറഞ്ഞു. അതോടുകൂടി പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പിന്നെയും കുറെ മലയാളത്തിൽ വിശദീകരിച്ചിട്ട് ഇപ്പൊ കുലൂഹു അനിയം മരിയ പൊരുത്തപ്പെട്ട് എന്താ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാ സംഭവം ഉള്ളത്. അത് മൗലവി എന്ത് ചെയ്യുന്നറിയോ, എന്റെ പേരിൽ ഞാനൊരു ഇല്ലാത്ത ആയത്തോടീനാ മൗലവിയുടെ പറഞ്ഞത്. ഞാനത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇൻഷാല്ലാഹ് കേൾപ്പിക്കും. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ബോധ്യപ്പെടും. കിതാബ് ഓരോന്നും തെളിയാൻ പറ്റും. ഫൈൻ തിബിനലക്കും മിൻ ശൈഇൻ ഫകുലൂ അനിയം മരിയാന്ന് പേരോട് ഓതിന്നാണ് മൗലവിയുടെ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓതിന്ന് മൗലവിയുടെ ജീവിതത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല. പാച്ചക്കള്ളം പറഞ്ഞു. ഇൻഷാല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് വരും. നിങ്ങൾ എന്റെ പ്രസംഗം, ആ പ്രസംഗത്തിനെതിരെ അയാളെ സംസാരവും ഓരോന്നോരോന്ന് കേൾക്കാം. മോനെ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊക്കെ മനസ്സിലാക്കുന്നത് പെണ്ണിന്റെ പണം അല്ലേ? പെണ്ണിന്റെ പണം എന്ന് പറഞ്ഞൊരു വർക്കും സാധനവും ഒക്കെ പെടാം, അതായത് സ്വർണം പെടാം, പലത് പെടാം അല്ലെ? സ്ത്രീധനം അപ്പൊ 250 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ വിവാഹ നിങ്ങളെ വീട്ടിൽ വരുന്ന ദിവസം 250 ആൾക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, എനിക്ക് തരണം. എന്നാൽ ഇത് സ്ത്രീധനത്തിൽ പെടുന്നുണ്ടോ ഇല്ലേ? സ്ത്രീയുടെ വാപ്പയോടാണ് ഈ സ്വത്ത് ചോദിക്കുന്നത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ 250 ആണ് ബിരിയാണി. ഒരു ബിരിയാണിക്ക് 50 റുപ്യ കൂട്ടിക്കോടി. എത്ര റുപ്യ ഉണ്ടാവും? 250 ബിരിയാണി എത്ര ഉണ്ടാവും? അത് വരപ്പെടാം. കാരണം 12,500 റുപ്യ 12,500 റുപ്യന്റെ സ്വത്ത് അഥവാ ഭക്ഷണം എന്റെ സ്നേഹിതന്മാർക്ക് തരണം എന്ന് ഞാൻ നിബന്ധന വെക്കുന്നു. ഈ ഭക്ഷണം ഹറാമാണോ, കറാഹത്താണോ, ജാഹിദാണോ? എന്താ പറയാ? ജാഹിദാണെന്ന അവസ്ഥ. ഇനി അല്ലെങ്കിൽ കൂടിയാൽ സുന്നത്ത്. ഇത് സ്ത്രീയുടെ ധനമാണ്. അല്ലാതെ പറയാൻ പറ്റുമോ? സ്ത്രീയുടെ വാപ്പനോടല്ലേ പറഞ്ഞ് നിങ്ങൾ തരണം ഞങ്ങൾക്ക്, ഇത് സ്ത്രീയുടെ ധനം അല്ലാതെ പറയാൻ പറ്റുമോ? സ്ത്രീയുടെ ധനം ആവശ്യപ്പെട്ടത് സ്വന്താവശ്യത്തിന് മാത്രമേ സുഹൃത്തുക്കാർക്കും കൊടുക്കണമെന്നാണ്. സുഹൃത്ത് കെട്ടുന്നില്ല, കെട്ടുന്ന ഇവൻ ഒറ്റ കാര്യത്തിൽ മറ്റുള്ളവർക്കും കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇത് എല്ലാ നാട്ടിലും, ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്നുണ്ട്, ഇവിടെ ഒക്കെ അങ്ങനെ ഉണ്ട്. ഇത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർക്ക് പത്ത് കൊടുക്കാൻ പറ്റുമോ? അവിടെ വെച്ച് ബാക്കിയോതാ പറയുമ്പോൾ ബാക്കിയോതായിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അവിടെ ബാക്കിയോതായിരിക്കാൻ പറ്റില്ല. കാരണം അത് ഹറാമാണെന്നുള്ളതിൽ ഞങ്ങൾ തെളിവ് കണ്ടിട്ടില്ല, ഖുർആനിലും കണ്ടിട്ടില്ല, ഹദീസിലും കണ്ടിട്ടില്ല. ഇനി വേറൊരാള് ഒരാളെ ഭക്ഷണവും ചോദിക്കുന്നില്ല. അയാൾ 12,500 ഭക്ഷണം ചോദിക്കുന്നില്ല. അയാൾ ചോദിക്കുന്നു 500 രൂപ എനിക്ക് സ്വന്തം തരണമാണ്. എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു ബിരിയാണി കൊടുക്കണം, ഞാൻ ഒറ്റയ്ക്ക് വരും, ആരും ഉണ്ടാവില്ല. അത് എനിക്ക് 500 രൂപ തരണം. ഞങ്ങളെ മകളെ കരുതി നിങ്ങളെ വീട്ടിൽ വരണമെങ്കിൽ 500 രൂപ തരണം. അതിന് 100 രൂപ ഇന്നലെ തരണമെങ്കിലേ എനിക്ക് ആവശ്യമുള്ളൂ. 400 അന്ന് തന്നാ മതി. ഞങ്ങൾ പറയും ഇത് ഹറാമെന്ന് പറയുമ്പോൾ സാറേ ഹറാമില്ല, അപ്പൊ അതിനും കുഴപ്പമില്ല. ഇനിയിപ്പൊ ഏതാണ് ഹറാമാണ് എന്ന് വിധിച്ചത്? ഹറാമാണ് എന്ന് വിധിച്ചാൽ പോരാ. ഒരു കാര്യം ഹറാമാണെന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് സുന്നികളായ നമ്മക്കാവുന്ന ഇമാമികളെ കിതാബിൽ കാണണം. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ആകുമ്പോൾ ഇമാമികളും പറ്റൂല, ഖുർആനിൽ കാണണം, അല്ലെങ്കിൽ ഹദീസിൽ കാണണം. അപ്പൊ ഖുർആനിലോ ഹദീസിലോ ഇതിനെ വിരോധിക്കുന്ന ഒരു ആയത്തുണ്ടോ, ഒരു ഹദീസുണ്ടോ? അല്ല ഇമാമികളെ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് മൂന്നും ഇല്ലെങ്കിൽ ഹറാമാണ് എന്ന് ഞാനെങ്ങനെ പറഞ്ഞു തരും? നല്ല ചോദ്യം, അത് നല്ല ചോദ്യം. അല്ലാഹുവിന്റെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മറ്റൊരാളെ സ്വത്ത് പൊരുത്തമില്ലാത്ത നിലക്ക് വാങ്ങിയാലും വിളിച്ചെടുത്താലും ഹറാമാണ്. പൊരുത്തപ്പെട്ട ഒരാൾ എന്തു തന്നാലും അനുവദനീയമാണ്. പൊരുത്തപ്പെട്ടുകൊണ്ടാണെങ്കിൽ അനുവദനീയവും പൊരുത്തപ്പെടാത്ത വഴിയിലാണെങ്കിൽ തെറ്റുമാണ്. അത് പിടിച്ചു പറിക്കുന്ന ശൈലിയിലാണെങ്കിലും തെറ്റാണ്. എന്നാൽ പെണ്ണിന്റെ സ്വത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് നിബന്ധനയായി എനിക്ക് തരണമെന്ന നിബന്ധന വെക്കുന്നത് ഒരു മാന്യതയുള്ള ഏർപ്പാടല്ല. ഇദ്ദേഹം പറഞ്ഞില്ല, ഞാനേ ചിന്തിച്ചില്ല. അപ്പോ പെണ്ണിന്റെ പണം എനിക്ക് കിട്ടണം എന്നൊരാൾ ആഗ്രഹിച്ചിട്ട്
ഏർപ്പാടല്ല അത്യാവശ്യമില്ലെങ്കിൽ. അത്യാവശ്യമുണ്ടെങ്കിലോ അതൊരു സഹായമാണ്. സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ലാന്നല്ല ഇസ്തിഹാസ വസ്തുക്കളിൽ നമ്മൾ തുറക്കട്ടെ. അപ്പോ അതിന് തെറ്റൂല്ല. മുസ്ലിം ലോകത്ത് കേരളത്തിൽ ഈ ആചാരം ഇവിടുന്ന് വന്നത് ചരിത്രവും കൂടി നമ്മൾ മനസ്സിലാക്കണം. അറേബ്യൻ നാട്ടിൽ നിന്ന് പാവപ്പെട്ട അറബികളാണ് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കാറുള്ളത്. അവർക്കന്ന് നിങ്ങൾ പണം കൊണ്ടുവരാനുള്ള കഴിവൊന്നും ഉണ്ടായില്ല. അവരെ കയ്യിൽ ഇന്നത്തെ പോലെ പെട്രോൾ കൊണ്ടുള്ള കാലമല്ല. അറബികൾ പാവപ്പെട്ടവരാണ്. അവര് ഈ രാജ്യത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വന്നപ്പോ അന്ന് പെരുമാൾ രാജാവിന്റെ കത്തും കൊണ്ടാണ് അവർ വന്നത്. ഇവിടെ വന്നപ്പോ ഇവിടെ ഉള്ളത് രാജാക്കന്മാരും പണക്കാരും കേരളീയരൊക്കെ വലിയ ഉറപ്പാണ്. അവരെടുത്ത് വന്നിട്ട് കത്തും കൊടുത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുമ്പോ ഈ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിവാഹത്തിലൂടെ അല്ലാതെ ലൈംഗിക ബന്ധം ഏർപ്പെടാൻ പാടില്ലാത്തത്. ഈ വന്ന ഇസ്ലാമിക പ്രബോധകർക്ക് വിവാഹം കഴിക്കണം. പക്ഷേ വിവാഹം കഴിക്കാൻ ഈ അറബികളൊക്കെ അന്വേഷിച്ചില്ല. അവർക്ക് മഹർ കൊടുക്കാൻ പോലും കയ്യിലൊന്നുമില്ല. സ്വന്തം തന്നെ ജീവിക്കണമെങ്കിൽ കേരളീയർ അവരെ സഹായിക്കണം. അവർ പള്ളി ഉണ്ടാക്കിയത് കേരളീയർ കൊടുത്തിട്ടാണ്. അവരുടെ ജീവിക്കുന്നതും കേരളീയരുടെ സഹായത്തിലാണ്. അങ്ങനെ കേരളീയരായ ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ ഈ ഭാര്യയ്ക്ക് തുണിയെടുത്ത് കൊടുക്കാനും ഭാര്യയ്ക്ക് മഹർ കൊടുക്കാനും ഭാര്യയ്ക്ക് വെള്ളം കൊടുക്കാനുമുള്ള കഴിവില്ലാത്ത അറബികൾ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ മാന്യന്മാരായ കേരളീയർ അവരോട് പറഞ്ഞു, നിങ്ങൾ അക്കാര്യത്തിന് പേരായിട്ട് വന്നിട്ടാണ് ഞങ്ങളെ പെൺകുട്ടികൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ചെലവിനുള്ള ഏർപ്പാട് ഞങ്ങളുടെ ചെയ്യാം. ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ചെലവിനുള്ള ഏർപ്പാട് മഹർ കൊടുക്കാനുള്ള നിങ്ങളെ തരും, തുണിയെടുക്കാനുള്ള നിങ്ങളെ തരും, ചെലവ് ഞങ്ങൾ തരും, നിങ്ങളൊന്ന് തീർച്ചയാണ്. അപ്പൊ അവർക്കറിയാം പൊരുത്തപ്പെട്ട നേരത്തെ അമോശമാണ്, ഒരു തെറ്റുമില്ലല്ലോ. അപ്പൊ അന്ന് വന്ന സഹാബികളും മഹാന്മാരും ആ പൊരുത്തപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ കക്ഷികൾ കൊടുക്കുന്നത് സ്വീകരിക്കുകയും അവർ വിവാഹം നടത്തുകയും അതങ്ങനെ തുടർന്ന് വന്നതാണ്. അതൊരാവശ്യത്തിന് വേണ്ടി ഉണ്ടായല്ലോ. പക്ഷെ ഇപ്പൊ ചില ചെറുപ്പക്കാരുണ്ടാക്കി അങ്ങനെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഇതൊരു അവകാശം പോലെ ചോദിച്ച് വാങ്ങാൻ തുടങ്ങും. അതാണ് ഏർപ്പാടാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊരു അവകാശമായി ചോദിച്ച് വാങ്ങേണ്ടതല്ല. അതുകൊണ്ട് മൊത്തത്തിൽ സ്ത്രീധനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് നമുക്ക് പറയാം. അതേസമയം സ്ത്രീധനം വാങ്ങുന്നത് ഹറാമാണെന്ന് പറഞ്ഞാൽ അന്ന് ആ സഹാബികളും മുൻഗാമികളും നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ ഒരു ഹറാമിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്ന് പറയാൻ മാത്രം നമ്മൾ വിദ്യകളാകരുത്. നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ ഒരു ഹറാമിലൂടെ വിവാഹം കഴിച്ചിട്ടാണ് നമ്മളുണ്ടായത് എന്ന് പറയാൻ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളുണ്ട്. നമ്മുടെ ഉപ്പാപ്പ പരങ്ങനാണെന്ന് വിശ്വസിക്കുന്നവര് അതല്ലേ ഉപ്പാപ്പ പരങ്ങനാണെന്ന് പറഞ്ഞ കാർവിന്റെ പരിണാമത്തിൽ ഇതാതൊരു സാധനം. അതിൽ ആകത്തുക എന്താ വെച്ചാൽ ഉപ്പാപ്പ പരങ്ങനാണ്. അവന് ഇവ പോത്തുവായിരിക്കുന്നതാ മനസ്സിലാക്കി. അപ്പൊ ഇതുപോലെ നമ്മളെ ഉപ്പാപ്പാരൊക്കെ ഹറാമിലൂടെ ഒരു വിവാഹം നടത്തിയിട്ട് അതിലൂടെ ഉണ്ടായതാ നമ്മൾ വെട്ടിച്ചൊന്നും സുന്നികൾ കിട്ടൂല. മഹർ ഈ വിഷയത്തിൽ ഒരു പരിമിതം കൂടി ഞാൻ പറഞ്ഞ ആ വിഷയത്തിൽ മഹർ കൊടുക്കണം, കൊടുക്കുന്നുണ്ട്. മഹർ കൊടുക്കാതെ കേരളത്തിൽ ഇന്ന് വരെ ഒരു മുസ്ലിമും വിവാഹം കഴിച്ചിട്ടില്ല, കഴിക്കുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഉണ്ടോ? ഇല്ല. അപ്പൊ സ്ത്രീധനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതേസമയത്ത് ഖുർആനെതിരെ നമ്മൾ മസ്കരികളല്ല. ഖുർആൻ അല്ലാഹു പറഞ്ഞാലും ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിലുള്ള പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്തിൽ നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത വർഗത്തിനെ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ നിയമം ഇതാണ്. പക്ഷേ സമൂഹത്തിൽ അതുകൊണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സാധുക്കൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വാങ്ങൽ ഒരു നല്ല കർമ്മമാണ്, പുണ്യകർമ്മമാണെന്നും വിചാരിച്ചിട്ട് അതിനുവേണ്ടി തുനിയാതെ പാവപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കുമ്പോ പാവപ്പെട്ടവർ അവര് ചോദിക്കരുത്